beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. സ്നേഹമുള്ളവരെ, വിവാഹബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ശരീരശാസ്ത്രം. വളരെ ആഴമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സജി പോളക്കൽ ആണ്. അദ്ദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു വരുന്നു. വർഷങ്ങളായിട്ട് നമ്മുടെ ആൽഫ പാസ സെന്ററിൽ പ്രീഗാന കോഴ്സിനായിട്ട് വരുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വരുന്നു. നമ്മുടെ രൂപത അംഗമാണ്. ഈ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ വിഷയം ദാമ്പത്യ ജീവിതവും ശരീരശാസ്ത്രവും ലൈംഗികതയും എന്നുള്ള വിഷയമാണ്. സാധാരണ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഇത് വളരെ സമയമെടുത്ത് പറയുന്നൊരു ക്ലാസ്സാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം പരിഗണിച്ച് നമ്മളത് ചുരുക്കി വളരെ ചെറിയ രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇത്രയും സമയം ചിലവഴിച്ച് ഇതുപോലൊരു ക്ലാസ്സിൽ ഇരിക്കേണ്ടത് എന്നതിനെ പറ്റി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ചുകൂടി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള ഇഷ്ടംപോലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇവിടെ ഇല്ല, ഇഴജന്തുക്കളുണ്ട്. അവരെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ പ്രായത്തിൽ ഇണചേരുകയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളും അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലൈംഗികതയെപ്പറ്റി, വിവാഹ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇത്ര കണ്ട് ശുഷ്കാന്തിയോടുകൂടി പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മൃഗങ്ങൾ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വളർത്തുന്നത് പോലെ അല്ല മനുഷ്യൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിനായി ഉത്തരമായിട്ട്. മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പം നിങ്ങളിവിടെ നിന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വികാരി അച്ഛൻ നിങ്ങളോട് പറയുകയാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുക? ഇല്ല, നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നതിനുപരിയായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉല്ലാസത്തിന് കൂടി വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉണർവിനും ഉല്ലാസത്തിനും വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി കൂടും, അവർ തമ്മിൽ സഹകരിക്കാനുള്ള സാധ്യത കൂടും, അവരെപ്പോഴും ഒന്നിച്ചായിരിക്കണമെന്നുള്ള ആഗ്രഹം കൂടും. അങ്ങനെ വരുമ്പോൾ അത് കുടുംബത്തിനെ അടിയുറപ്പുണ്ടാക്കുന്ന വലിയ ഒരു ഘടകമായിട്ട് ലൈംഗികത പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ലൈംഗികതയെ വിവാഹ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു കാര്യമായിട്ട് കാണുകയും അതിനെപ്പറ്റി അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റി വിശദമായൊരു പ്രതിപാദനം ഇതുപോലൊരു ക്ലാസ്സിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തതുണ്ടാകും, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി താല്പര്യത്തോടെ ഈ ക്ലാസ് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ വളർച്ചയെപ്പറ്റി. മനുഷ്യൻ്റെ വളർച്ചയെപ്പറ്റി സാമാന്യം അറിഞ്ഞിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലൈംഗികതയെപ്പറ്റി മനസ്സിലാക്കാൻ. അപ്പോൾ മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ സമഗ്രമായ വളർച്ചയോടുകൂടി അത് സംഭവിച്ച് അതൊരു യുവാവായി യുവതിയായി മാറുന്ന അത്രയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ കുട്ടിയുടെ ലൈംഗികമായ വളർച്ചയെപ്പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചുകുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആ കുട്ടി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള രണ്ട് കുട്ടികളെ, ഒന്ന് ആണാണ് ഒന്ന് പെണ്ണാണ്, എനിക്കറിയാം. ആ കുട്ടികളെ കൊണ്ടുവന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ മേശയിൽ കിടത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൂരെ നിന്നുകൊണ്ട് അതിൽ ആണേത് പെണ്ണേതെന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കാരണം ജനിച്ച് വീഴുന്ന കുട്ടികൾ ഏതാണ്ട് ഒരു ബാല്യം കഴിയുന്നത് വരെ
ലൈംഗിക അവയവങ്ങളിലുള്ള വ്യത്യാസമല്ലാതെ ബാഹ്യമായിട്ടും മറ്റ് വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെയാണ് വളരുന്നത്. അതേസമയം ഒരു 10-22 വയസ്സുള്ള ഒരു പെണ്ണിനെയും ആണിനെയും കൊണ്ടുവന്ന് വെള്ളത്തുണി പതപ്പിച്ച് കിടത്തിയിട്ട് നിങ്ങളുടെ ആണേതാണ് പെണ്ണേതാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ലൈംഗിക അവയവങ്ങൾ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും അവരെ ആണായിട്ടോ പെണ്ണായിട്ടോ വേർതിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാഹ്യമായിട്ട് വളരെയൊന്നും വ്യത്യാസമില്ലാത്ത ശൈശവ അവസ്ഥയിൽ നിന്നും പടിപടിയായി വളർന്ന് കൗമാരത്തിലൂടെ യൗവനത്തിലെത്തുമ്പോൾ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നതിൻ്റെ ദൃശ്യമായ എല്ലാ അടയാളങ്ങളോടും കൂടി ഒരാൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ കൊച്ചുകുട്ടി സ്വയം ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 വയസ്സ് പ്രായമെത്തുമ്പോൾ. 3 വയസ്സ് വരെയൊന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികളോ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നീ മോനാണോ മോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 2.5 വയസ്സൊക്കെ എത്തിയ സംസാരിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ മോളാണ് ഞാൻ മോനാണെന്നൊക്കെ അവൻ പറയും, അല്ലെങ്കിൽ അവൾ പറയും. എന്നാൽ ഇത് ലൈംഗികപരമായൊരു ബോധ്യമല്ല. എന്താ ലൈംഗികപരമായ ബോധ്യം? ലൈംഗികപരമായ ബോധ്യം എന്ന് പറഞ്ഞാൽ ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം സന്താന ഉൽപാദന പ്രക്രിയയിൽ മറ്റൊരു കുട്ടിയുടെ അച്ഛനാകാനാണ് അല്ലെങ്കിൽ അമ്മയാകാനാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ലൈംഗികപരമായ ബോധ്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പെണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർക്ക് ഈ സമൂഹത്തിൽ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിൽ അറിയാൻ പ്രാപ്തി കിട്ടുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ലൈംഗികമായ അല്ലെങ്കിൽ ലൈംഗികപരമായ ബോധ്യത്തോടു കൂടിയുള്ള ഒരു പറച്ചിലായിട്ട് മാറുന്നത്. അതേസമയം നമുക്കറിയാം ഈ 3 വയസ്സുള്ള കുട്ടി ഞാൻ മോനാണ് അല്ലെങ്കിൽ മോളാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവനത് പറയാൻ കയറി അവനെ വിളിക്കുന്ന പേര് മോനെ മോളെ എന്നൊക്കെ വിളിക്കുമല്ലേ, അത് കേട്ടിട്ട് ഞാൻ മോനാണ് മോളാണെന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഉടുപ്പിൻ്റെ വ്യത്യാസം, ആൺകുട്ടി നിക്കറും ഷർട്ടുമൊക്കെ ഇടുമ്പോൾ കൊച്ച് പെൺകുട്ടിയാണ് ഫ്രോക്ക് ഇടും, അത് കണ്ടിട്ട് ചിലപ്പോൾ പിള്ളേർ വിചാരിക്കാം മോളുമാരെ ഇങ്ങനെ ഒരുക്കും മോന്മാരെ അങ്ങനെ ഒരുക്കും. അങ്ങനെ തികച്ചും ബാഹ്യമായ മനസ്സിലാക്കലുകളിലൂടെ ആയിരിക്കും അവർ മോനാണ് മോളാണെന്നൊക്കെ പറയും. പക്ഷേ ലൈംഗികപരമായ ബോധ്യത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈംഗികതയെ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റിയെ തിരിച്ചറിയുന്നത് നമ്മുടെ കൗമാരത്തിലെത്തുമ്പോഴാണ് ഈ കുട്ടികളുണ്ടാകുന്നതിനെ പറ്റിയും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ പ്രായത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഒരു ആകർഷണം തോന്നുന്ന പ്രായം അത് തന്നെ. അതിനെ നമുക്ക് പ്രേമമെന്നോ പ്രണയമെന്നൊക്കെ വിളിക്കാം. ആ പ്രായത്തിൽ അതുണ്ടാകാനുള്ള ജീവശാസ്ത്രപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, കൗമാരപ്രായത്തിലാണ് എല്ലാ ജീവികളും അതിൻ്റെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച പൂർത്തീകരിക്കുകയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യുന്ന പ്രായം. അപ്പോൾ ഒരു ജീവിക്ക് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച പൂർത്തീകരിച്ചു, ആ ജീവി കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവരിച്ചു എന്ന് കണ്ടാൽ പിന്നീട് പ്രകൃതിയുടെ താല്പര്യം ഇത്രയുള്ള ആ ജീവി അതിൻ്റെ എതിർലിംഗത്തിൽപ്പെട്ട ജീവിയുമായിട്ട് ഇണചേർന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയിൽ അതിൻ്റെ വംശത്തെ നിലനിർത്തണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രകൃതി എന്ത് എതിർലിംഗത്തിലുള്ള ജീവിയോട് ആകർഷിക്കാനുള്ള ഒരു താല്പര്യം എല്ലാ ജീവികളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യനിലും ഉണ്ട്, മൃഗങ്ങളിലും ഉണ്ട്. ഇവിടെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പട്ടിക്ക് കൗമാരത്തിലെത്തി അതിൻ്റെ എതിർലിംഗത്തിലുള്ള ഒരു പെൺപട്ടിയോട് ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ പട്ടി ആ പ്രണയം നീട്ടി കൊണ്ടുപോയിട്ട് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ച് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വിചാരിക്കില്ല. തൊട്ടടുത്ത അനുകൂല സാഹചര്യം എപ്പോൾ കിട്ടുന്നു അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ കുട്ടികളെ വളർത്തുന്നത് പട്ടിക്കൊരു ബാധ്യതയല്ലാത്തതുകൊണ്ട് കുറച്ച് നാൾ പാലൊക്കെ കൊടുത്ത് വളർത്തി അത് പിരിഞ്ഞു പോകും. അതേസമയം മനുഷ്യനിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കൗമാരപ്രായത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ആകർഷണം സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രകൃതി തന്നിരിക്കുന്ന ഒരു ആകർഷണം തന്നെയാണ്. പക്ഷെ നമ്മളാരും ഒരു കൗമാരപ്രായത്തിലൊരു പ്രണയം ഉണ്ടായെന്ന് കരുതിയിട്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹസത്തിനൊന്നും പോയില്ല. കാരണം എന്താ, നമുക്കതിന് താല്പര്യമില്ലാണ്ടാണ്. താല്പര്യമില്ലാതെ നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ ഞാനതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കും, താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, പട്ടി കുട്ടിയെ വളർത്തിയ പോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ പറ്റില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിലെ വലിയ വലിയ എണ്ണം മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുന്നതും ത്യജിക്കേണ്ടി വരുന്നതുമൊക്കെ കുട്ടികളുടെ വളർത്താൻ വേണ്ടി. അപ്പോൾ കുട്ടികളെ വളർത്തുന്നത് ഭാരിച്ചൊരു ഉത്തരവാദിത്തം കൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അനുകൂലമായൊരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കും. നമുക്കൊരാളോട് പ്രണയം തോന്നിയാലും ആഗ്രഹം തോന്നിയാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായത്തിലെത്തിക്കഴിയുമ്പോൾ ഒരു ഇണയെ നമുക്ക് കിട്ടണമെന്നുള്ള താല്പര്യം വന്നാലും ഒക്കെ അനുകൂലമായൊരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും അനുകൂലമായ സാഹചര്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ ഇണയെ സ്വീകരിക്കുകയും വിവാഹം എന്ന് പറയുന്ന ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ലൈംഗികമായ ധർമ്മം നിർവഹിച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ വിവാഹം എന്ന ചട്ടക്കൂടിലേക്ക് ഒതുങ്ങുന്നത്? എന്താണ് വിവാഹത്തിൻ്റെ പ്രാധാന്യം? ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ കുട്ടികളെ എത്ര നാൾ വളർത്താൻ പറ്റുമെന്നുള്ള വളർത്തണം എന്നതിനെപ്പറ്റി വല്ല തിട്ടമുണ്ട്. ഇപ്പോൾ പറയാൻ എൻ്റെ കുട്ടിയെ ഞാൻ ഇത്ര നാളെ വളർത്തു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? അങ്ങനെ ഒരു ഉത്തരം മനുഷ്യൻ്റെ കാര്യത്തിലില്ല. മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് നൈസർഗികമായിട്ട് കിട്ടിയിരിക്കുന്ന ഗുണങ്ങളനുസരിച്ച് കുട്ടികളെ വളർത്തി കുറച്ച് നാൾ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാനുള്ള കൗശലങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ കുട്ടികളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ അങ്ങനെ ഒരു ഘട്ടമുണ്ടോ? ഇല്ല. മനുഷ്യൻ എത്ര നാൾ കഴിഞ്ഞാലും അവരുടെ കുട്ടികളെ ഉപേക്ഷിക്കില്ല. ഇനി നോർമലായിട്ട് തന്നെ പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിയും വിവേകമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു അവർക്കൊരു ജോലിയൊക്കെയായി അവരൊരു സ്വയം പര്യാപ്തയിൽ എത്തണവരെ അവരെ വളർത്തണമെങ്കിൽ തന്നെ ഒരു 10-25 കൊല്ലം നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടി വരും. ഇനി ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നത്, നമുക്കുണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ ആ കുട്ടിയെ നമ്മൾ എത്ര നാൾ വളർത്തും? അതിനൊരു ഉത്തരവേ ഉള്ളൂ, ഒന്നെങ്കിൽ ആ കുട്ടിയുടെ ആയുസ് കഴിയണം അല്ലെങ്കിൽ നമ്മുടെ ആയുസ് തീരും. അപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വളർത്തേണ്ടി വരും എന്നുള്ളതിനെപ്പറ്റി തിട്ടമില്ല. അത് സമൂഹം കാലാകാലങ്ങളായിട്ട് അതിനെ നിരീക്ഷിച്ച് പഠിച്ച് അപഗ്രഥിച്ച് കിട്ടിയിരിക്കുന്ന ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശിശുക്കൾ ഈ സമൂഹത്തിൽ ഒന്നാമതായി അവനവന് കൊള്ളാവുന്ന രീതിയിൽ വളരണം, വീടിന് കൊള്ളാവുന്ന രീതിയിൽ വളരണം, സമൂഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ വരണം. അങ്ങനെ വളർന്ന് അവൻ ഈ ലോകത്തിന് നല്ലവനായിട്ട് വളരണം. ഈ രീതിയിൽ ഒരു മനുഷ്യ ശിശു വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവനെ ഉൽപ്പാദിപ്പിച്ച അവൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ സ്ത്രീയും പുരുഷനും ദീർഘകാലം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ ആ ശിശു വളരണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീയും പുരുഷനും ദീർഘകാലം ഒരുമിച്ച് ജീവിക്കുന്ന പല സംവിധാനങ്ങളും നമ്മുടെ ലോകം ഉണ്ടായ കാലം തൊട്ട് പലയിടത്തും പരീക്ഷിച്ചിട്ടുണ്ട്, സമൂഹം ഉണ്ടായ കാലം തൊട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വിജയപ്രദമായിട്ട് കണ്ടിരിക്കുന്ന മാർഗത്തിൻ്റെ പേരാണ് വിവാഹം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മാർഗത്തിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും വിവാഹത്തെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. നമ്മുടെ കത്തോലിക്ക സഭയിലാണെങ്കിൽ വിവാഹം ഒരു കൂദാശയാണ്, ദൈവത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ അടയാളം തന്നെയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ അതിനെ കാണാൻ കാര്യം ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിലും ആ കുട്ടിയെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലും വിവാഹത്തിലും അതുപോലെ കുടുംബത്തിലുമുള്ള ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന നമ്മുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം, ലൈംഗികമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഹോർമോണുകളുടെ പ്രവർത്തനമാണ്. ഒരു ആൺകുട്ടിയിലാണെങ്കിൽ അവൻ്റെ വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ, അത് ശരീരത്തിൽ അതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് കൗമാരപ്രായത്തിലാണ് കൂടാൻ തുടങ്ങുന്നത്. അത് കൂടുമ്പോൾ അവനിൽ പതുക്കെ പുരുഷ സഹജമായ ഗുണങ്ങളൊക്കെ വരും. ആദ്യം ഉണ്ടാകുന്നത് സ്വരത്തിലുണ്ടാകുന്ന വ്യത്യാസം. അതുവരെ നേർത്ത സ്വരത്തിൽ സ്ത്രീകളെപ്പോലെ സംസാരിക്കുന്ന ഈ കുട്ടി പതുക്കെ ഘനമുള്ള സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അതോടൊപ്പം അവനിൽ മീശരോമങ്ങളും താടി രോമങ്ങളൊക്കെ വരും. അവൻ്റെ ശരീരത്തിൻ്റെ പൊക്കം കൂടും, ലൈംഗിക അവയവങ്ങളും പതുക്കെ വളരാൻ തുടങ്ങും. അങ്ങനെ വളരെ നീണ്ട കാലഘട്ടം കൊണ്ട് ഏതാണ്ട് ഒരു 12-13 വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു ശിശുവായിട്ട് ജനിക്കുന്ന ആൺകുട്ടി വളർന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു യുവാവായിട്ട് മാറുന്നു. അതിന് പ്രധാനപ്പെട്ട ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അവർക്ക് ടെസ്റ്റിസ് ഇല്ല, അണ്ടാശയങ്ങളാണുള്ളത്, ഓവറീസ്. ഈ അണ്ടാശയങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും 2 ഹോർമോണും. ഈ 2 ഹോർമോണുകളാണ് ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു യുവതിയാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്.
അതിൽ തന്നെ ഈസ്ട്രജനാണ് പ്രധാനപ്പെട്ട ഹോർമോൺ. അതും ഈ പറയുന്ന കൗമാരപ്രായത്തിലെത്തുമ്പോൾ അതിൻ്റെ അളവ് കൂടും. പക്ഷേ ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ളൊരു വ്യത്യാസം, പുരുഷന്മാരിൽ പലപ്പോഴും ഈ 12-13 വയസ്സ് ഇപ്പോഴും അങ്ങനെ തന്നെ. 12-13 വയസ്സിലാണ് കുട്ടി പതുക്കെ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ പെൺകുട്ടികളിൽ ഇത് കുറേ കൂടെ നേരത്തെയാണ്. ഒരു 9-10 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ ഈസ്ട്രജൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ആ കുട്ടി പതുക്കെ കൗമാരത്തിലേക്ക് എത്തുകയും ചെയ്യും. പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലൂടെ ഈ സമയത്ത് പെൺകുട്ടികൾ കടന്നു പോകും. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന വ്യത്യാസം, ആൺകുട്ടികളിൽ സ്വരം മാറുന്ന പോലെ പെൺകുട്ടികളിൽ കാണുന്നത് അതുവരെ പുരുഷന്മാരെ പോലെ പരന്നിരിക്കുന്ന സ്തനങ്ങൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് പതുക്കെ വളരാൻ തുടങ്ങും. രണ്ടാമതായി ഉണ്ടാകുന്ന രോമവളർച്ചയാണ്. പുരുഷന്മാരെ പോലെ നെഞ്ചിലും മുഖത്തും ഒന്നും പെൺകുട്ടികൾക്ക് രോമം വളരില്ല. കക്ഷങ്ങളിലും ഗുഹ്യഭാഗങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന രോമവളർച്ച. അതോടൊപ്പം ലൈംഗിക അവയവങ്ങൾ വളരും. തൊട്ടടുത്ത ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം. അത് ആദ്യത്തെ ആർത്തവം സംഭവിക്കുക എന്നുള്ളത്. അത് ഓരോരുത്തരുടെ കുടുംബ പാരമ്പര്യവും ശരീരത്തിൻ്റെ വളർച്ചയും ഹോർമോണിൻ്റെ ലെവലും ഒക്കെ അനുസരിച്ച് അതിന് വ്യത്യാസം വരാം. എന്നാലും ഒരു ആവറേജ് പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിന് ഒരു 10 വയസ്സിനും 12 വയസ്സിനും ഇടക്കാണ് മിക്കവാറും 80% പെൺകുട്ടികളിൽ ഇത് സംഭവിക്കുക. പക്ഷേ 16-17 വയസ്സ് വരെ ആദ്യത്തെ ആർത്തവം നീണ്ടുപോകുന്ന പെൺകുട്ടികളെയും കാണാം. അപ്പോൾ ആദ്യത്തെ ആർത്തവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പെൺകുട്ടികൾ മുതിർന്നു, സന്താനോൽപാദന ശേഷി കൈവരിച്ചവരായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ പുറത്ത് ആവശ്യമില്ലാത്ത കുറേ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അറിയാം 10-12 വയസ്സിൽ ആർത്തവം സംഭവിച്ചു എന്ന് കരുതിയിട്ട് ആരും മുതിർന്ന ഒരു സ്ത്രീയായിട്ട് മാറില്ല. ആ കുട്ടി വീണ്ടും വളരും, ശരീരം കൊണ്ട് വളരും, മനസ്സുകൊണ്ട് വളരും. അങ്ങനെ വളർന്നൊരു യുവതിയാകാൻ പക്ഷേ ആൺകുട്ടികളെടുത്ത അത്രയും സമയം എടുക്കത്തില്ല. ആൺകുട്ടികൾ ഞാൻ പറഞ്ഞു 12 വയസ്സിൽ തുടങ്ങിയാൽ 25 വയസ്സിന് മുകളിലേക്ക് നീളുന്ന ഒരു വളർച്ചാ പ്രക്രിയയുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും അതില്ല. അവർ മിക്കവാറും ഒരു 18-20 വയസ്സിൽ അവരുടെ വളർച്ച അവസാനിക്കും. ആ സമയം കൊണ്ട് ഏകദേശം ആ ശരീരത്തിൻ്റെ വളർച്ചയും മനസ്സിൻ്റെ വളർച്ചയൊക്കെ ഏകദേശം പൂർത്തിയാകും. ശരിക്കും പറഞ്ഞാൽ ഒരു 25 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മനസ്സിൻ്റെ പക്വത ഒരു 18 വയസ്സുള്ള പെൺകുട്ടിക്ക് മിക്കവാറും ഉണ്ടാകും. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും പെൺകുട്ടികൾ ഉണ്ടാകാറില്ല. പിന്നീട് അവരിൽ പ്രകടമായ ബാഹ്യ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഗർഭധാരണത്തോടു കൂടിയാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ തൂക്കം കൂടും, അതിനുശേഷവും ശരീരത്തിന് വണ്ണം കൂടും. അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നീട് സംഭവിക്കും. പക്ഷേ സാമാന്യേന പറഞ്ഞാൽ ഈ വളർച്ചാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് 20 വയസ്സിൽ ഒതുങ്ങി നിൽക്കും. ഇതാണ് നമ്മുടെ ആ ലൈംഗിക വളർച്ചയുടെ ഒരു സമഗ്രമായ അവലോകനം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു കുട്ടി ശിശുവായിട്ടിരുന്നു, അവൻ വളർന്നു, കൗമാരത്തിലൂടെ യൗവനത്തിലെത്തി. അപ്പോൾ യൗവനയുക്തരായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരം അനുസരിച്ച് അടുത്ത പടി വിവാഹം എന്നുള്ളത്. നമുക്ക് ആ ഒരു സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു സ്ഥിരതയൊക്കെ ആയിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. അപ്പോൾ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന, ഇപ്പം നിങ്ങളെല്ലാവരും വിവാഹം നിശ്ചയിച്ച ആൾക്കാരായിരിക്കും, വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ആ സ്ത്രീയോടോ പുരുഷനോടോ മണിക്കൂർ കണക്കിന് ഫോണിൽ സംസാരിക്കുന്നവരായിരിക്കും. അവരുടെ സംസാരം കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നരകതുല്യമായിരിക്കും. പക്ഷേ ഈ കല്യാണം കഴിച്ചൊരു 4-5 കൊല്ലം കഴിഞ്ഞ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 80% ആൾക്കാരും പറയും, അന്ന് മുടക്കിയ കാശ്, റീചാർജ് ചെയ്യാൻ മുടക്കിയ കാശുണ്ടായിരുന്ന എന്തെല്ലാം പ്രയോജനം ഉള്ള കാര്യം ചെയ്യരുതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യർത്ഥമായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹത്തിന് മുൻപ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരേ ഒരു വികാരം സ്നേഹം 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 എന്നുള്ളതായിരുന്നു. സ്നേഹമാണ് വിവാഹിതരായ സ്ത്രീയെയും പുരുഷനെയും എന്നും ഒന്നിപ്പിച്ച് നിർത്തുന്ന വികാരം എന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. സ്നേഹത്തെ ഞാൻ വില കുറച്ച് കാണുകയല്ല, സ്നേഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം അല്ലെങ്കിൽ 2-3 കൊല്ലം കുറച്ച് നാൾ കഴിഞ്ഞ് ഫാമിലി ജീവിതമൊക്കെ നയിക്കുന്ന കുറച്ച് ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുകയാണ്, ചേട്ടാ ചേച്ചി, നിങ്ങളെ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾ പോലും ഞങ്ങൾക്കിടയിലുള്ള സ്നേഹമാണ് മക്കളെ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ആൾക്കാർ കുറച്ച് തമാശയൊക്കെ പറയുന്ന ആളുകളാണ്. ചിലപ്പോൾ പറയും, അതാ എനിക്ക് ഇവളെ സഹിക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ സഹിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ സഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പലരുടെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ സീരീസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അച്ഛന്മാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും, കന്യാസ്ത്രീമാർ ക്ലാസ് എടുക്കും, എന്നെപ്പോലെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ ക്ലാസ് എടുക്കും.
അതേപോലെ സമൂഹത്തിൽ മറ്റ് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. പക്ഷേ നമ്മൾ ഈ ക്ലാസ്സിൽ അറിഞ്ഞോ അറിയാതെ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് വിവാഹം പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് വിവാഹ മോചനം എന്ന് പറയുന്നത്. ഡൈവോഴ്സ് ചെയ്ത കുറേ ആളുകൾ ജീവിക്കുന്ന സമൂഹം. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ളൊരു ഉപദേശം എന്ന് പറയാം, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 10 ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ കാണും. ഈ ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരെല്ലാം തെമ്മാടികളും കുഴപ്പക്കാരും ഒന്നുമല്ല, അവർ നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് ചേട്ടാ ചേച്ചി നിങ്ങൾ എന്തുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 9 പേരും സ്നേഹത്തെപ്പറ്റി ഒന്നും മിണ്ടില്ല. ഞങ്ങൾക്കിടയിൽ സ്നേഹമില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ 10-ൽ ഒരാളെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാകില്ല. ഈ 10-ൽ 9 പേരും പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്രയായിരിക്കും: എനിക്ക് അയാളെ അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോകുന്നു പറയും. ഒരു തരത്തിലും എന്തിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇട്ടേച്ചും പോകുന്നെന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ഒരാൾ മറ്റൊരാളുടെ സഹനത്തിൻ്റെ പരിധിയും പരിമിതിയൊക്കെ ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും അത് വിവാഹമോചനം എന്ന് പറയുന്ന ആ ഒരു വലിയ നാശത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് സഹിക്കാവുന്നവനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റാവുന്നവനായിട്ട് ജീവിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ പേരാണ് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം നമുക്കിഷ്ടമുള്ള പോലെ നടക്കണമെന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങൾ ശുഭകരമായിട്ട് പര്യവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് വിലപ്പെട്ടതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാറ്റിവെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ത്യാഗത്തിന് പറയുന്ന ഒരുതരം പോളിഷ്ഡ് ആയിട്ടുള്ള പേരാണ് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല, അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 5 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് അത്ര നോക്കിയാൽ മതി. 5 പേർക്ക് കൃത്യമായിട്ട് ഇരിക്കാവുന്ന ഒരു ബെഞ്ചിൽ 5 പേർ ഇരിപ്പുണ്ട്. അപ്പോഴാണ് 6ാമത്തെ ഒരാൾ കടന്നു വന്നു, അയാൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യും, 5 പേർക്കും സുഖമായിട്ട് അവിടെ ഇരിക്കുക, 6ാമത്തവനെ മൈൻഡാതിരുന്നാൽ മതി. പക്ഷേ ഈ ഇരിക്കുന്ന 5 പേർക്കും കുറച്ച് സഹാനുഭൂതിയുള്ളവരാണ്. അവരെന്ത് ചെയ്ത് കുറച്ച് ഒതുങ്ങി ഇരുന്നിട്ട് 6ാമനെ പിടിച്ച് അവിടെ ഇരുത്തി. അവർ അഡ്ജസ്റ്റ് ചെയ്യണം, അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 6ാമനെ ഇരുത്തി. ഈ ഇരുത്തൽ കൊണ്ട് ഈ 5 പേർക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാണോ ലാഭമാണോ? തികച്ചും ബാഹ്യമായ അർത്ഥത്തിൽ അവർക്ക് നഷ്ടമാണ്. അവർക്ക് സുഖമായിട്ടിരിക്കാവുന്ന സ്ഥലവും അവരുടെ സൗകര്യവും ത്യജിച്ചിട്ട് 6ാമത്തെ ഒരാളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കിട്ടുന്ന ആന്തരികമായ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ മണിക്കൂർ കണക്കിന് നിൽക്കേണ്ടിയിരുന്ന ഒരു പാവത്തിനെ ഞങ്ങളുടെ ചില സുഖങ്ങൾ അറിഞ്ഞുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഇരുത്തി എന്നുള്ള ഒരു ആത്മീയമായ ഒരു സന്തോഷം കിട്ടും. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ത്യാഗത്തിൽ നിന്നും കിട്ടുന്ന ആത്മീയമായ ഒരു സന്തോഷം. പലപ്പോഴും വിവാഹ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അതായത് അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കും, നമ്മുടെ പങ്കാളിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ കുറവുകൾ കാണാതിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വഭാവത്തിന് പിടിക്കാത്തൊരു കാര്യമായിരിക്കും. എന്നാൽ പോലും കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സന്തോഷത്തെ അത് വിലവെക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പരസ്പരമുള്ള പൊരുത്തപ്പെടൽ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ വിലപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരാളുടെ കുറ്റം മനഃപൂർവ്വം കണ്ടില്ലെന്ന് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും വിവാഹ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ സ്നേഹത്തിന് ഇതിനകത്ത് ഒന്നുമില്ലേ? സ്നേഹം കൊണ്ട് കാര്യമൊന്നുമില്ല. സ്നേഹത്തിന് കാര്യമുണ്ട്, സ്നേഹത്തിന് ഭയങ്കര കാര്യമുണ്ട്. പക്ഷേ ഈ സ്നേഹത്തിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ലോകത്തുള്ള സ്നേഹത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സ്നേഹം കാണാം. ഒന്ന് നമ്മുടെ കർത്താവിശ്വമിശിഹ പ്രകടിപ്പിച്ചൊരു സ്നേഹമുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ലേഖനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്നേഹത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാമൊന്നും എനിക്കറിയാൻ പാടില്ല, 4-5 ഗുണം ഞാൻ പറയാം. സ്നേഹം മത്സരിക്കുന്നില്ല, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം വിദ്വേഷം പ്രകടിപ്പിക്കുന്നില്ല, സ്നേഹം പരാതിപ്പെടുന്നില്ല. ഇതൊക്കെ ആരുടെ സ്നേഹത്തിൻ്റെ ഗുണങ്ങളാണ് ശരിക്കും പറഞ്ഞത്? പരാതിപ്പെടാതെ, വിദ്വേഷം പ്രകടിപ്പിക്കാതെ, മത്സരിക്കാതെ, അസൂയപ്പെടാതെ ആരെങ്കിലും ഈ ലോകത്തെയും ലോകത്തിലെ ജനങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അറിവിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ആൾ യേശുക്രിസ്തുവാണ്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശ്രീബുദ്ധനെ നമുക്ക് കാണാം. അപ്പോൾ ഇവരൊക്കെ പ്രകടിപ്പിച്ച സ്നേഹമെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ, സ്വർഗീയമായ, ദൈവികമായ ഒരുതരം സ്നേഹമാണ്. അതായത് ആരെയാണോ സ്നേഹിക്കുന്നത് അവരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഒരുതരം
ദിവ്യമായ സ്നേഹത്തിൻ്റെ ഉടമകളായിരുന്നു. അവരൊക്കെ ദൈവങ്ങളുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആൾക്കാരാണ്. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അതായത് സ്നേഹിക്കുന്ന ആൾക്കാരെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക, അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അവരെന്ത് ചെയ്താലും നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു സ്നേഹം നമുക്കാർക്കെങ്കിലും ഉണ്ട്? എനിക്ക് ഏതായാലും ഇല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അയാൾ എന്നെ കാണുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കണമെന്നെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്നേഹിക്കുന്ന ആളിൽ നിന്നും ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ചിലതൊക്കെ തിരിച്ചു വേണം. അങ്ങനെ തിരിച്ച് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള സ്നേഹമാണ് സ്വാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥരാണ്. നമ്മൾ ഭാര്യയെ സ്നേഹിച്ചാലും, നമ്മൾ മക്കളെ സ്നേഹിച്ചാലും, നമ്മൾ അച്ഛനെ സ്നേഹിച്ചാലും, നമ്മൾ അമ്മയെ സ്നേഹിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? അവരിൽ നിന്നും ചിലതൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ് നമ്മളുടേത്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരാളുടെ പ്രതീക്ഷക്കനുസരിച്ച് 100% ജീവിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് 100% ജീവിച്ചിട്ടുണ്ട്. ഒരു മകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മകളെന്നുള്ള നിലയിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷക്കനുസരിച്ച് 100% ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. നമ്മളൊക്കെ അവരുടെ പ്രതീക്ഷകളൊക്കെ ചിലപ്പോഴൊക്കെ തെറ്റിക്കും. നമ്മളുടേതായ ജീവിതം ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളുടെയൊക്കെ പ്രതീക്ഷ തെറ്റിക്കാറുണ്ട്. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി 100,000 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കും. പക്ഷെ അവിടെയും ഈ പ്രശ്നമുണ്ട്. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ്റെ പ്രതീക്ഷക്കനുസരിച്ച് 100% ജീവിക്കാൻ പറ്റില്ല. പ്രതീക്ഷകൾ പലപ്പോഴും തെറ്റും. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന കാര്യം നിരാശ വരും. അടുത്തത് സങ്കടം വരും. ഈ നിരാശയും സങ്കടവും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് അത് ദേഷ്യമായിട്ടായിരിക്കും. പലപ്പോഴും വഴക്കുണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സ് ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആരോടൊക്കെ വഴക്കിട്ടിട്ടുണ്ടെന്നുണ്ടെന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. നമ്മൾ മനസ്സ് വിഷമിച്ച് കണ്ണീരൊലിപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വഴക്കുകളെല്ലാം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും കൂടി സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാകണം. വഴക്കിടാത്ത ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ട് സ്നേഹിക്കാത്തവർ. സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കും. ആ വഴക്കിനെ പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് വലുതാക്കി കുടുംബജീവിതം എന്ന് പറയുന്ന മഹാവൃക്ഷത്തിൻ്റെ കടയ്ക്കൽ കോടാലി കൊണ്ട് വെട്ടത്തക്ക രീതിയിലാക്കാതെ നമ്മളെ ചേർത്ത് നിർത്തേണ്ട ഒരു ഘടകത്തിൻ്റെ പേരാണ് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ. വഴക്കിടുമ്പോൾ നമ്മൾ നമ്മുടെ മുയലിൽ 5 കൊമ്പെങ്കിലും വേണം. മുയലെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായമാണ്. നമ്മൾ 5 കൊമ്പുള്ള മുയലിനെ വെച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ. പക്ഷേ ആ വഴക്കിടുമ്പോൾ ഒരു ബോധ്യം വേണം. ഞാൻ വഴക്കിടുന്ന എൻ്റെ ഭാര്യയോടാണ്, ഞാൻ വഴക്കിടുന്ന എൻ്റെ ഭർത്താവിനോടാണെന്നുള്ള ബോധ്യം വെച്ചിട്ട് ഈ പൊരുത്തപ്പെടുക എന്ന് പറയുന്ന കത്തി ഉപയോഗിച്ച് ആ വഴക്കിനിടയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ മുയലിൻ്റെ കൊമ്പുകൾ ഓരോന്നായി മുറിച്ച് മാറ്റി അവസാനം വലിയൊരു തിരിച്ചറിവിലെത്തണം. എന്ത് തിരിച്ചറിവിൽ? യഥാർത്ഥത്തിൽ എൻ്റെ മുയലിന് കൊമ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമ്മൾ ആവശ്യാനുസരണം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട മരുന്നിൻ്റെ പേരാണ് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നമുക്ക് പൊരുത്തപ്പെടേണ്ടി വരുന്നത്, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഈ ലോകത്ത് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഉത്തരം ഒരു കവിതയിലുണ്ട്. ചിലരൊക്കെ വായിച്ചു കാണും. ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ അൽ മുസ്തഫ എന്ന് വിളിക്കുന്ന പ്രവാചകനോട് ഓർഫാലിസ് ദ്വീപിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതിന് അദ്ദേഹം പറയുന്ന ഉത്തരേത്രകൾ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഗോപുരത്തിൻ്റെ 2 തൂണുകളെ പോലെയാണ്. നിങ്ങളൊരു ഗോപുരം നോക്കിയാൽ, നിങ്ങൾ ഗോപുരത്തിലേക്ക് പോകേണ്ട, ഒരു കട്ടിലിൻ്റെ 2 കാല് നോക്കിയാൽ മതി. ഈ 2 കാലും കൂടി ചേർന്നാണ് ഇരിക്കും. അല്ലല്ലോ, 2 കാലും കൂടി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് കട്ടിലിന് ഒരു വശത്ത് താങ്ങത്തില്ല, കട്ടിലാവശം കുത്തിപ്പോവും. അപ്പോൾ ഗോപുരമായാലും കട്ടിലായാലും അതിനെ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ തൂണുകൾക്കിടയിൽ ആവശ്യമായിട്ടുള്ള അകലം ഉണ്ടായിരിക്കണം. അപ്പോൾ
ഖലീൽ ജിബ്രാൻ ആ കവിതയിലൂടെ അൽ മുസ്തഫയിലൂടെ നമ്മളോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഗോപുരത്തിൻ്റെ 2 തൂണുകൾ പോലെയാണ്, അവർക്കിടയിൽ ആവശ്യമായിട്ടുള്ള അകലങ്ങളുണ്ടായിരിക്കണം. അവർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കുന്ന ആ അകലത്തിനിടയിൽ അവരുടെ പ്രണയമാകുന്ന സാഗരം അലതല്ലിക്കളിക്കണം. എങ്കിൽ മാത്രമേ വിവാഹ ജീവിതം മനോഹരമാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇത്തിക്കണ്ണിയും മാവും കൂടി ചേർന്നിരിക്കുന്ന പോലെ സ്നേഹിക്കുന്നതിൽ ഒരു കാര്യമില്ല. ആ സ്നേഹത്തിൻ്റെ അന്ത്യം നമുക്കറിയാം. ഇത്തിക്കണ്ണിയും മാവും ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടിച്ചേരിക്കത്തുള്ളൂ. പക്ഷേ അവസാനം സംഭവിക്കുന്ന ഇത്തിക്കണ്ണി ഉണങ്ങുമ്പോൾ മാവ് ഉണങ്ങും. അപ്പോൾ അങ്ങനെയല്ല, കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ളൊരു സ്നേഹം വേണം. രണ്ടുപേരും 2 വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഒരു അകലം വേണം. 2 വ്യക്തികൾക്ക് ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. 2 വ്യക്തികൾക്ക് ഒന്നാകാൻ പറ്റില്ല എങ്കിൽ പോലും 2 തൂണുകൾ വ്യത്യസ്ത അകലങ്ങളിൽ നിന്നുകൊണ്ടൊരു ഗോപുരത്തെ താങ്ങി നിർത്തിയ പോലെ 2 വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ വീക്ഷണങ്ങളെയും കുടുംബം എന്ന് പറയുന്ന മഹാഗോപുരത്തെ താങ്ങി നിർത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിനെ വിജയകരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം വിജയത്തിലെത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരാൾ മറ്റൊരാളെ പൂർണ്ണമായിട്ട് തൻ്റേതാക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത്തിരി മാറി നിന്ന് സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾക്കറിയാം, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ചന്ദ്രനെ സൗന്ദര്യമുള്ളൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ വെണ്ണിലാക്കിണ്ണമായിട്ടും അമ്പിളിമാവനൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ പാട്ട് പാടുന്നത് അതുകൊണ്ടാണ്, വെണ്ണിലാ ചന്ദനക്കിണ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് പാടാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ പാട്ട് നീലാംസ്ട്രോങ്ങിൻ്റെ അടുത്ത് എന്ന് പാടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും? കാര്യം ചന്ദ്രനെ അതിൽ ഇറങ്ങിക്കണ്ട മനുഷ്യനാണ്. ചന്ദ്രനെ കണ്ടപ്പോൾ മനസ്സിലായത് അതിൽ മരുഭൂമിയും പ്രാണവായുവില്ല, മൊട്ടക്കുന്നുകൾ, അഗാധ ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപ്പനികമായ ഭാവനയെ, നമ്മുടെ പ്രണയത്തെ ഉണർത്തുന്ന ഒന്നും തന്നെ ചന്ദ്രനിലില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ അകത്ത് കയറി കാണുന്നതും കുറച്ച് ദൂരെ നിന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ദൂരെ നിന്ന് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ അടുത്ത് നിന്നും കാണാം. അടുത്ത് നിന്ന് കാണുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കുണ്ടും കുഴിയൊക്കെ നമ്മൾ അധികം കാണാനായിട്ട് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മനഃപൂർവ്വം ഒരു അകലം സൃഷ്ടിക്കുക, അകലത്തിൽ നിൽക്കുക. അകലത്തിൽ നിന്നുകൊണ്ട് 2 വ്യക്തികൾ തമ്മിലുള്ള 2 വ്യക്തികൾ വ്യത്യസ്തരാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അകലമാണത്. ആ അകലത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയോടുകൂടി നോക്കുക, പ്രണയലോലുപരാകുക. നിങ്ങളുടെ പ്രണയം ആ അകലത്തിനിടയ്ക്കൊരു സാഗരം പോലെ അലതല്ലി കളിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പ്രണയിച്ച് അല്പം അകന്നു നിന്ന് പരസ്പരം ബഹുമാനിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുക. അതാണ് ദാമ്പത്യ ജീവിതത്തിലെ ആ പൊരുത്തപ്പെടലിനെ പറ്റി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ കുറച്ച് ശരീരശാസ്ത്രത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാമില്ല, നമ്മുടെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈംഗികതയാണ് വിഷയം. അപ്പോൾ നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനവും അതിൻ്റെ വളരെ ലളിതമായ രീതിയിലുള്ള ഘടനയും, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള അതിൻ്റെ ഘടനയും ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൻ്റെ അടുത്ത സെക്ഷൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഈ ലൈംഗിക അവയവങ്ങളുടെ ഘടന പഠിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലേ കുട്ടികളുണ്ടാകുമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. ഈ ക്ലാസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അളവിലാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളെ കാണുന്ന കണ്ണുകൊണ്ട് നമ്മുടെ ലൈംഗിക അവയവങ്ങളെ കാണാനുള്ള ഒരു കഴിവില്ലായ്മ അതെല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. എന്നിൽ അത് വളരെ കുറവാണ്. നിങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ അറിവും നിങ്ങളുടെ സാഹചര്യമൊക്കെ വെച്ച് പല അളവിൽ അത് കാണും. ചിലരിൽ അത് ഭയങ്കരമായിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങളെപ്പറ്റി പറയുക, അതിനെപ്പറ്റി പുറത്ത് സംസാരിക്കുക, ഇതൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന, വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് കരുതുന്ന ഒട്ടനവധി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഒരു വേർതിരിവ് പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാതാക്കുക എന്ന് ചോദിച്ചാൽ, അത് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാനൊരു ഡോക്ടറായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ക്ലിനിക്കിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, അയാൾ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായ വേദനയുള്ളൊരു അസുഖമാണെന്നറിയാം. അദ്ദേഹവും ഭാര്യയും കൂടി വന്നു. അദ്ദേഹം എൻ്റെ സൈഡിലുള്ള സ്റ്റൂളിലിരുന്നു, ഭാര്യ എൻ്റെ ഫ്രണ്ടിലിരുന്നു. അതിനുശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് ഇവരാരും ഒന്നും പറയുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒന്ന് പറ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം കണ്ണ് കാണിച്ചു, ഭാര്യ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് നീ പറയടി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭാര്യ പറഞ്ഞു. എന്താ പറഞ്ഞു? അവർ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് താഴെ കാലുകൊണ്ടൊരു അർത്ഥവൃത്തമൊക്കെ വരച്ചിട്ട് എന്നോട് പറഞ്ഞു, അതെ
ചേട്ടൻ്റെ ഉണ്ണിപ്പൂവിലൊരു കുരുവുണ്ട്, അത് കാണിക്കാൻ വന്നു. അപ്പോൾ ഈ ഉണ്ണിപ്പൂ വന്ന് കേട്ടിട്ട് നിങ്ങളാരെങ്കിലും ചേട്ടനൊരു ചെടിയാണെന്നും അദ്ദേഹം പൂത്തെന്നും അദ്ദേഹത്തെ ചെടിച്ചട്ടിയോടെ പൊക്കിക്കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചെന്നൊന്നും വിചാരിക്കരുതും. ഈ ഉണ്ണിപ്പൂ എന്ന് പറഞ്ഞാൽ പുരുഷലിംഗത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പേര്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ണിപ്പൂ എന്ന് കേട്ട് നിങ്ങളെല്ലാവരും ചിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ ലിംഗം എന്ന് പറയാൻ മടിയായ കൊണ്ടാണ് നമ്മളിത് പറയും. എന്ന് വെച്ചാൽ അവയവത്തിൻ്റെ യഥാർത്ഥ പേര് പോലും നമ്മൾ പറയുന്നില്ല. ഇനി ഈ ഉണ്ണിപ്പൂവിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവിടെ 2-3 ആഴ്ചകൾക്ക് മുമ്പുണ്ടായ ഒരു ചെറിയ കുരു അവയവം അതായി പോയത് കൊണ്ട് ആരെയും കാണിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. വളർന്ന് വലുതായി പഴുത്ത് പൊട്ടി ചീഞ്ഞളിഞ്ഞ് നാറി ഇപ്പോൾ വളരെ സുന്ദരമായ അവസ്ഥയിലാണ്. ഒരാഴ്ച കൂടി താമസിച്ച് വെച്ചെങ്കിൽ ഈ അവയവം കൊണ്ടുള്ള ശല്യം തീർന്നു പോയാണ്. കാര്യം ഇതാ പഴുത്തടന്നു പോയാണ്. അതുപോലെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് സ്ഥലം മാറ്റി ചിന്തിക്കൂ. ഈ കുരു നിങ്ങളുടെ കണ്ണിലാണ് വരുന്നതെങ്കിൽ നിങ്ങളിതുപോലെ ഇരിക്കുമോ വീട്ടിൽ? ഇല്ല. നിങ്ങൾ ഈ ഡോക്ടറുടെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കണ്ണേ എന്നും പറഞ്ഞ് കണ്ണും മിഴിച്ച് പിടിച്ച് കയറി ചെന്ന് ആരുടെയും സഹായം ഇല്ലാതെ മരുന്ന് മേടിക്കും. ആ കുരുവിനെ മുളയിലെ നുള്ളിക്കളയും. അപ്പോൾ സ്ഥലം അല്പം മാറിയപ്പോൾ നിങ്ങൾ ആ രോഗത്തെ വഷളാക്കി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ പര്യായപദമുള്ള അവയവം പുരുഷലിംഗമാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് നിർത്താതെ കോളിംഗ് ബെല്ലടിക്കുന്നത് കൊണ്ട് ഞാനൊരു ദിവസം വീടിൻ്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു 10 വയസ്സുള്ള ചെറുക്കനും അവൻ്റെ അച്ഛനും കൂടി അവിടെ നിൽക്കും. എന്നെ കണ്ടപാടെ അവൻ്റെ അച്ഛൻ ഓടി എൻ്റെ ചെവിയിടകത്ത് ഓടി കയറി. ചെവിയിടകത്ത് അത്രയും വലിപ്പം ഉണ്ടായിരുന്ന അകത്ത് കയറിയിരുന്ന് ചായ കുടിച്ചായിരുന്നു. അയാൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളു. പെട്ടെന്ന് സ്പീഡിലാണ് പറഞ്ഞു, മകൻ്റെ കിളിയിലൊരു പാടുണ്ട് എന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഞാൻ മൃഗ ഡോക്ടറായതുകൊണ്ട് ഇയാൾ തെറ്റിദ്ധരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരിക്കും, മകൻ വളർത്തണം മാടത്തേനെയും കൊണ്ടുവന്നിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഏതായാലും കൊണ്ടുപോയാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഗൗരവത്തിൽ വിളിച്ചിട്ടാ ഇടോ ഇങ്ങോട്ട് പറഞ്ഞിക്കിടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കിളിക്കൂട് തുറന്ന് സിബ് തുറന്ന് കിളീനെടുത്ത് കാണിച്ചു. അപ്പോൾ അയാൾ കിളിയെന്ന് ഉദ്ദേശിച്ചത് ആ കുട്ടിയുടെ ലിംഗത്തെ. അപ്പം ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ ചിരിക്കാമെങ്കിലും നമ്മൾ വളരെ വികലമായൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഈ അവയവങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പേര് പോലും പറയാൻ മടിയാണ്. അങ്ങനെ പേര് പോലും പറയാൻ മടിക്കുന്ന നമ്മൾ എങ്ങനെ ഈ അവയവത്തിനൊരു അസുഖം വന്നാൽ കൃത്യമായ ഭാഷ ഉപയോഗിച്ച് കൃത്യമായ സമയത്ത് ആ അസുഖത്തെ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളുടെ മുമ്പിൽ പോയി നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും? അതൊരു വിഷയമല്ലേ? അപ്പം ഈ വേർതിരിവ് മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഈ അവയവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒറ്റക്കാര്യമുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചുണ്ട് പോലെ, നമ്മുടെ കണ്ണ് പോലെ, നമ്മുടെ കൈകൾ പോലെ, നമ്മുടെ നാക്ക് പോലെ, നമ്മുടെ മൂക്ക് പോലെ മാംസവും രക്തവും ഞരമ്പുകളുമൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അവയവങ്ങളാണ് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ. അപ്പം മറ്റവയവങ്ങൾക്ക് അസുഖം വരുന്ന പോലെ ഇതിനും വരും. അത് വന്നാൽ അത് കൊണ്ടുപോയി ചികിത്സിക്കുന്നതിലും നാണക്കേടെന്നും വിചാരിക്കേണ്ട. ഇനി ലൈംഗികത എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ മാത്രമല്ല, മനസ്സുകൂടിയുണ്ട്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട മാനസികമായ രോഗങ്ങളും വരാം. അത് വന്നാലും ചികിത്സിക്കുന്നതിന് നാണക്കേട് വേണ്ട. കൊണ്ടുപോയി പ്രാപ്തിയുള്ളവരോട് കൃത്യമായ ഭാഷയിൽ വിവരം പറഞ്ഞ് ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഈ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ മുന്നിലുള്ളൂ. അതോടൊപ്പം നിങ്ങളോടൊരു കാര്യം പറയാം, ലൈംഗിക അവയവങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ നഗ്നശരീരങ്ങൾ കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഓരോ പടത്തിലും നഗ്നശരീരവും നഗ്നമായ ലൈംഗിക അവയവങ്ങളും കാണും. നഗ്നത കാണുന്നതെല്ലാം അശ്ലീലമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഏത് കണ്ണുകൊണ്ട് നഗ്നതയെ നോക്കുന്നു അങ്ങനെയാണ് അശ്ലീലം വരുന്നത്. ഇവിടെ നമ്മളത് പഠിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അങ്ങനെ കാണുക. അല്ലെങ്കിൽ ഒരു വലിയൊരു ഉപദേശം ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലൈംഗിക അവയവങ്ങളെയും പൂക്കളെ കാണുന്ന പോലെ കാണുക. പൂക്കളെ കാണുന്ന പോലെ കാണാൻ ചുമ്മാ പറഞ്ഞതല്ല, ഒരു ചെടിയുടെ ലൈംഗിക അവയവമാണ് പൂവെന്ന് പറഞ്ഞു. ആ പൂവിൽ പരാഗണം നടന്നിട്ടാണ് വിത്തുണ്ടാകുന്നതും വിത്ത് താഴെ വീണ് മുളച്ചിട്ടാണ് പുതിയ ചെടി കുഞ്ഞുങ്ങളുണ്ടാകുന്നതും. അപ്പോൾ ആ ചെടിയുടെ പ്രത്യുൽപാദന അവയവത്തെ അല്ലെങ്കിൽ ലൈംഗിക അവയവത്തെ നമ്മൾ പറയുന്ന പേരാണ് പൂവ് എന്ന് കരുതി പൂവിനെ ആരെങ്കിലും അശ്ലീല ചോയോടുകൂടി നോക്കാറുണ്ട്? ഏതെങ്കിലും ഒരു പൂവിനെ കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചെമ്പരത്തി മറ്റേ പരിപാടി നടത്തുന്ന സാധനമാണ് വിരിഞ്ഞു നിൽക്കുന്നതെന്ന് പറയാറുണ്ടോ? ഇല്ല, പറയില്ല. കാരണം പൂവിനെ നമ്മൾ വിശുദ്ധമായൊരു വസ്തുവായിട്ട് കാണും. പൂവിനെ നമ്മൾ ദൈവത്തോട് ചേർത്ത് വെക്കുന്നൊരു വസ്തുവാണ്. അപ്പോൾ കേവലം ചെടിയുടെ ലൈംഗിക അവയവമായ പൂവിനെ
നമുക്ക് അത്ര കണ്ട് വിശുദ്ധിയോടുകൂടി കാണാമെങ്കിൽ നമുക്ക് നമ്മുടെ നഗ്നതയെ, നമ്മുടെ ലൈംഗിക അവയവങ്ങളെ വിശുദ്ധ വസ്തുവായിട്ട് കണ്ടില്ലെങ്കിൽ പോലും മാന്യമായിട്ട് കാണാൻ പഠിക്കാം. അപ്പോൾ നമ്മളിതിനെ മാന്യമായിട്ട് നോക്കുക, ഒരു പഠനോപാധിയായിട്ട് കാണുക, അങ്ങനെ കണ്ടിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പുരുഷ ലൈംഗിക വ്യവസ്ഥിതിയെ പറ്റിയാണ്. പുരുഷൻ്റെ 2 പ്രധാനപ്പെട്ട ലൈംഗിക അവയവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് ലിംഗം, രണ്ടാമത്തത് വൃഷണം. ഇത് രണ്ടും നമുക്ക് നമ്മുടെ അടിവയറിൻ്റെ താഴെ കാലുകൾ തമ്മിൽ സമ്മേളിക്കുന്ന ഭാഗത്ത് ആയിട്ട് കാണുന്ന, പുറമേ കാണുന്ന കാര്യങ്ങൾ. ഇത് കൂടാതെ വയറിനകത്തായിട്ടിരിക്കുന്ന മറ്റ് ചില ഭാഗങ്ങൾ കൂടിയുണ്ട്, നമ്മൾ കാണുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗത്തെപ്പറ്റി ആദ്യം പറയാം. ഒരു പുരുഷ ലൈംഗിക വ്യവസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നത് വൃഷണങ്ങളാണ്. ലിംഗമല്ല, വൃഷണങ്ങളാണ് എൻ്റെ പ്രധാനപ്പെട്ട സംഭവം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം വൃഷണങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഒരു കൊച്ചു ആൺകുട്ടിയെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു പുരുഷനാക്കി മാറ്റുന്നത്. അങ്ങനെ ജീവശാസ്ത്രപരമായിട്ട് ഒരു പുരുഷൻ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മറ്റൊരു കുട്ടിയുടെ അച്ഛനാകാനാണ്. അപ്പോൾ ഒരാളെ, ഒരു കൊച്ചു ശിശുവിനെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് പുരുഷനാക്കി മാറ്റിയാൽ വൃഷണങ്ങൾ അതുമാത്രമല്ല ചെയ്യുന്നത്, ആ പുരുഷത്വത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ അയാളൊരു പിതാവാകണം. അയാളുടെ പിതൃത്വത്തിന് വേണ്ട ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും വൃഷണങ്ങളാണ്. അപ്പോൾ ഒരാളെ പുരുഷനാക്കി മാറ്റും, പിന്നെ എന്ത് ചെയ്യും? അയാളെ അച്ഛനാക്കാനുള്ള ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കും. ഒരു ദിവസം നമ്മുടെ ശരീരത്തിലെ 2 വൃഷണങ്ങളും കൂടി പ്രായപൂർത്തിയായ ഒരാളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീജങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് കേട്ട് നിങ്ങൾ ഞെട്ടരുതും. ഏതാണ്ട് 30 കോടിയോളം ബീജങ്ങളാണ് ഉണ്ടാകുന്നത് എല്ലാ ദിവസവും 30 കോടി ബീജം. ഇത് ഏതാണ്ട് ഒരു 16-17 വയസ്സിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 60-65 വയസ്സ് വരെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനത്തിന് ഒരു പ്രശ്നവും വരത്തില്ല. എല്ലാ ദിവസവും ഈ പറയുന്ന അളവിൽ ബീജങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു അവയവത്തിൽ ഒന്നാണ് വൃഷണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കാണുമ്പോൾ വൃഷണങ്ങൾ ഇരിക്കുന്നത് അടിവയറിന് താഴെയുള്ള ചർമ്മം കൊണ്ടുണ്ടാക്കിയ ചുളിവുകൾ വീണ ഒരു സഞ്ചിയിലാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അവിടെയല്ല വൃഷണങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. വൃഷണങ്ങൾ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുമ്പോൾ നമ്മുടെ മുതുകിനോട് ചേർന്ന്, നമ്മുടെ കിഡ്നിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തും മുതുകിനോട് ചേർന്നാണ് അതുണ്ടാകുന്നത്. അവിടെ നിന്നും ആ കുട്ടി വളർന്നു വരുന്നതനുസരിച്ച് താഴത്തേക്ക് ഇറങ്ങി ജനിക്കുന്നതിന് മുമ്പ് വൃഷണസഞ്ചിയിൽ വന്ന് വീഴും. അപ്പോൾ അങ്ങനെയാണ് വൃഷണങ്ങൾ വൃഷണസഞ്ചിയിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ വലിയ അക്ഷരത്തിൽ ക്രിപ്റ്റോർക്കിസം എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിപ്റ്റോർക്കിസം. ഈ ക്രിപ്റ്റോർക്കിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജനിക്കുന്ന സമയത്ത് വൃഷണസഞ്ചിയിൽ വൃഷണങ്ങൾ കണ്ടില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രിപ്റ്റോർക്കിസം. കാര്യം മുകളിൽ നിന്ന് താഴത്തേക്കുള്ള യാത്രക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കാൻ സാധ്യത. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ പേര് മറന്നാലും നമുക്കൊരു ആൺകുട്ടി ജനിക്കുമ്പോൾ ഈ മുതുഭാഗത്തുണ്ടാകുന്ന വൃഷണങ്ങൾ താഴത്തേക്കുള്ള യാത്രക്കിടയിൽ എവിടെയെങ്കിലും തടഞ്ഞിരുന്നാൽ അത് വൃഷണസഞ്ചിയിൽ വരാതിരിക്കാം. അങ്ങനെ ഒരു സാധ്യത എൻ്റെ കുട്ടിക്കും ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. സാധാരണഗതിയിൽ കുട്ടി ജനിക്കുന്നത് ഹോസ്പിറ്റലായതുകൊണ്ട് ഡോക്ടറും നേഴ്സും ഒക്കെ അത് നോക്കും. എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ തള്ളിക്കളയരുതും. നമ്മൾ കുട്ടി ജനിച്ച് വീട്ടിലേക്ക് വന്ന് അവൻ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വൃഷണസഞ്ചിയിൽ വൃഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടി കരയും മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ അനങ്ങുന്ന, മുകളിലോട്ട് പോകുന്നതും താഴത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും വൃഷണസഞ്ചിയിൽ നിന്ന് മൃദുവായിട്ട് പിടിച്ചു നോക്കണം, അതവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം ആദ്യത്തെ ഒരു 2-3 വർഷത്തിനുള്ളിൽ, 3 വയസ്സാകുന്നതിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് ഈ വൃഷണം താഴെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ശരീരത്തിനകത്തിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിനകത്ത് ഉയർന്ന താപനില 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ശരീരത്തിനകത്ത് താപനില. അവിടെ ഇരുന്നാൽ ഈ വൃഷണങ്ങൾ പതുക്കെ നശിച്ചു പോകും. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കില്ല. കുട്ടിക്ക് വന്ധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഈ കുട്ടി സ്വയം അവൻ്റെ ലൈംഗിക അവയവങ്ങൾ പരിശോധിച്ച് അവന് ഒരു വൃഷണമുള്ളൂ അല്ലെങ്കിൽ വൃഷണങ്ങളില്ല എന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം അവനൊരു 10-14 വയസ്സെങ്കിലും ആകണം. അത്രയും നാളിത് ശരീരത്തിനുള്ളിരുന്ന പിന്നെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പം നമ്മൾ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു രോഗമാണിത്. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു, വൃഷണങ്ങളാണ് നമ്മുടെ ലൈംഗിക വ്യവസ്ഥിതിയുടെ പ്രധാനപ്പെട്ട അവയവം. അത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിച്ചൊരു പുരുഷനെ സൃഷ്ടിക്കും. പിന്നെ അവൻ്റെ പിതൃത്വത്തിന് കാരണമായ
ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കും. ഏതാണ്ട് 30 കോടിയോളം ബീജങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക ഒരു ദിവസം. ഇനി ഇത്രയും ബീജങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ ഇതെല്ലാം കൂടി സംഭരിക്കാനുള്ള ശേഷിയൊന്നും ആ കുഞ്ഞവയവത്തിലില്ല കേട്ടോ. ആ സംഭരണം നടക്കുന്ന വയറിനകത്ത്. ആ വൃഷണത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ബീജവാഹിനി കുഴൽ എന്ന് പറയുന്ന കുഴലിലൂടെ ബീജങ്ങൾ മുകളിലെത്തുകയും നമ്മുടെ മൂത്രസന്ധിയുടെ താഴെ ശുക്ലാശയം എന്ന് പറയുന്ന ഒരു അറയുണ്ട്. ആ അറയിൽ അതിനെ സംഭരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ശുക്ലാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പാല് പോലെ വെളുത്ത് കൊഴുത്ത ഒരു ദ്രാവകം നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതിൽ ബീജങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ദ്രാവകവുമായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കലർന്നിട്ടാണ് ബീജങ്ങൾ അവിടെ ഇരിക്കുക. ആ ഇരിപ്പിനിടയ്ക്ക് ഇത് വളരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വളർന്ന് റെഡിയായിട്ടിരിക്കുമ്പോൾ ഒരു പുരുഷന് രതിമൂർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ശുക്ലാശയം വളരെ ശക്തമായിട്ട് ചുരുങ്ങുകയും അതിലിരിക്കുന്ന പാല് പോലെ വെളുത്തു കൊഴുത്ത ദ്രാവകവും ബീജവും കലർന്ന മിശ്രിതം ലിംഗത്തിലൂടെ, മൂത്രം പുറത്തേക്ക് പോകുന്ന കുഴൽ ലിംഗത്തിലൂടെ തുറക്കുന്നു. ആ കുഴലിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ദ്രാവകത്തെ നമ്മൾ ശുക്ലം എന്ന് പറയും. പുറത്തേക്ക് ഇങ്ങനെ ശുക്ലം വരുന്ന പ്രക്രിയയെ നമ്മൾ സ്ഖലനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്ന് പറയും. ഓരോ പ്രാവശ്യം സ്ഖലനം സംഭവിക്കുമ്പോഴും ഏതാണ്ട് 5 മില്ലി ലിറ്ററിന് അടുപ്പിച്ച് ശുക്ലം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ലിംഗത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു ഈ മൂത്രനാളത്തിലൂടെയാണ് ശുക്ലം പുറത്തേക്ക് വരുന്നത്. മൂത്രനാളത്തിൻ്റെ പ്രധാനപ്പെട്ട നീളം എല്ലാം ലിംഗത്തിനകത്താണ് ഇരിക്കുന്നത്. ഇനി ലിംഗത്തിൻ്റെ ഘടന പരിശോധിച്ചാൽ അതിനെ നമ്മൾ നമ്മുടെ വൈദ്യശാസ്ത്ര പടം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. അതിൻ്റെ ഘടനയെ നമ്മൾ നമ്മുടെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് നീണ്ട ഉരുണ്ട് മാംസളമായ ഒരു അവയവം എന്ന് പറയും. ഈ അവയവത്തിൻ്റെ പ്രത്യേകത ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബലവും വലിപ്പവും വർദ്ധിക്കും. അങ്ങനെ യോനിയിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തി അതിന് കിട്ടും. ലിംഗം കൊണ്ട് പ്രധാനമായിട്ട് ലൈംഗികതയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിജയകരമായിട്ട് ശുക്ലത്തെ യോനിയിൽ പതിപ്പിക്കാനുള്ള ഒരു അവയവമാണ്. ലിംഗത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. അതിനെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്തുന്ന അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നൊരു ഭാഗം, കടഭാഗമുണ്ട്. പിന്നെ അതിൻ്റെ നീളം നിർണ്ണയിക്കുന്ന ഒരു കാണ്ഡമുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് അഗ്രം കൂർത്തിരിക്കുന്ന മുകുളം അല്ലെങ്കിൽ ഗ്ലാൻസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ഗ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ലൈംഗിക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരിലും ഈ ഗ്ലാൻസിനെ മൂടി ഇളക്കമുള്ള ഒരു ചർമ്മം കാണും. ഈ ചർമ്മം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മുകളിലേക്കും താഴത്തേക്കും ചലിപ്പിക്കാൻ പറ്റും. ആ ചർമ്മത്തെ നമ്മൾ പറയുന്നത് ഫോർസ്കിൻ അല്ലെങ്കിൽ അഗ്രചർമ്മം എന്ന് പറയും. അഗ്രചർമ്മം മുസ്ലിങ്ങളിലും ജൂതന്മാരിലും ഒക്കെ അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മുറിച്ച് കളയുന്നൊരു സംഭവമാണ്. പക്ഷേ നമുക്കിടയിൽ അങ്ങനെ ഒരു കാര്യമില്ല. നമുക്കെല്ലാവർക്കും അഗ്രചർമ്മം കാണും. അൺലെസ് അതർവൈസ് എന്തെങ്കിലും കാര്യം കൊണ്ട് മുറിച്ച് മാറ്റിയില്ലായിരിക്കും. അഗ്രചർമ്മവുമായി ബന്ധപ്പെട്ട് ചില ലൈംഗികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അഗ്രചർമ്മം പുറകോട്ട് മാറ്റി നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ അവിടെ വെളുത്ത അല്ലെങ്കിൽ ഇളം മഞ്ഞ കളറിലൊരു പൊടി പോലെ ഒരു സംഭവം ഇരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്മെഗ്മ എന്നാണ് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ ശീശ്നമലം എന്ന് പറയും. ആ പേരൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള വിയർപ്പും മറ്റും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരുതരം മാലിന്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈംഗിക ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഈ അഗ്രചർമ്മം പുറകോട്ട് മാറ്റി ഈ അഴുക്ക് കഴുകിക്കളയാം. അതിന് സോപ്പ് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ട, വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം. ഇത് കളഞ്ഞില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതേപോലെ തന്നെ ദീർഘകാലം വൃത്തിയില്ലാതെ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതൊരു പക്ഷേ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊരു കാരണമായിട്ട് മാറും. അപ്പോൾ അത് നമ്മുടെ ലൈംഗിക ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തത് ഒരു ജന്മവൈകല്യമാണ്. അതായത് അഗ്രചർമ്മം ഒരു പ്രായം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുറകോട്ടും മാറും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യം. അങ്ങനെ പുറകോട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, ഈ വൃത്തിയാക്കൽ നടക്കണം. മൂത്രം കൃത്യമായിട്ട് സുഗമമായിട്ട് പുറത്തേക്ക് പോകണം. മൂന്നാമത്തെ കാര്യം, ഒരു പ്രായപൂർത്തിയായ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുറകോട്ട് മാറിയ അഗ്രചർമ്മത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അയാൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള അനുഭൂതികൾ ഉണ്ടാകും. അപ്പോൾ ഈ വിവാഹപ്രായത്തിലെത്തിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നം ചർച്ച ചെയ്ത് ഇത്രേ ഉള്ളൂ. അതായത് അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എത്ര ശ്രമിച്ചാലും അത് മാറത്തില്ല. ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തൊരു കൂട് പോലെ കൂടി നിൽക്കും. എത്ര ശ്രമിച്ചാലും പുറകോട്ട് മാറി. ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അത് മൂത്രത്തിൽ പഴുപ്പും മറ്റു കാര്യങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യും. അത് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കും. ഈ പ്രായത്തിലെത്തിയ ഒരാളിൽ അത് അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യുക. അയാളെ സമയത്തോളം
അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അത്ര സുഗമമായിട്ട് നടക്കാതെ വരും. കാര്യം ഈ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തിൽ അഗ്രചർമ്മം പുറകോട്ടും മാറ്റപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ആ ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ആ വേദനയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ലൈംഗിക ജീവിതം അത്ര സുഖകരമാകില്ല, നമുക്കതിനോട് വിരക്തി തോന്നും, അങ്ങനെ നമ്മുടെ കുടുംബത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ വിവാഹത്തിന് മുൻപ് നമ്മൾ നോക്കേണ്ട കാര്യം അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ പറ്റാത്ത രീതിയിൽ വല്ല കുഴപ്പമുണ്ടാകുന്ന നോക്കുക. ആ കുഴപ്പത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഫിമോസിസ് എന്നാണ് പറയുന്നത്. ഫിമോസിസ് എന്നുള്ള പേര് ഓർത്തില്ലെങ്കിലും ഈ കുഴപ്പം കണ്ടാൽ മനസ്സിലാവും. കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊരു ഉണ്ണിപ്പൂവാണെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക, ഒരു സർജനെ കാണിക്കുക. അദ്ദേഹം അതിന് വേണ്ട ചികിത്സ തരും. ചികിത്സ വേറൊന്നുമല്ല, അഗ്രചർമ്മം മുറിച്ച് കളയുന്ന സർക്കംസിഷൻ എന്ന് പറയുന്ന ചെറിയ ഓപ്പറേഷനും. ഇനി മൂന്നാമത് ഒരു കണ്ടീഷൻ കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് പാരാഫിമോസിസ് എന്ന് പറയും. ഈ പാരാഫിമോസിസ് എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം പുറകോട്ടും മാറും, പക്ഷേ അത് ഭയങ്കര ടൈറ്റായിരിക്കും. നമ്മൾ ഏതെങ്കിലും കാലത്ത് ബലം പ്രയോഗിച്ചത് പുറകോട്ട് മാറ്റിയാൽ മാറും, തിരിച്ച് അതേപോലൊരു ബലപ്രയോഗം നടത്തിയാലേ തിരിച്ചു വരത്തും. സ്വാഭാവികമായിട്ട് താഴത്തേക്ക് വരാനുള്ള പ്രവണത കുറവായിരിക്കും. അങ്ങനെ ടൈറ്റായ അഗ്രചർമ്മമുള്ള ആൾക്കാർക്ക് പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് അഗ്രചർമ്മം പുറകോട്ട് മാറും. പക്ഷേ ഇതിന് ശേഷം മനഃപൂർവ്വം അഗ്രചർമ്മം താഴത്തേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ഇത് ലിംഗത്തിൻ്റെ മുകുളത്തിന് ചുറ്റും ഒരു ടൈറ്റായിട്ടുള്ള റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ഇരുന്നിട്ട് പതുക്കെ പതുക്കെ ലിംഗം നീര് വെച്ച് വീർക്കും. അപ്പോൾ രാത്രി ആയിരിക്കും മിക്കവാറും നമ്മുടെ ഒരു ശീലം അനുസരിച്ച് ലൈംഗിക ബന്ധമൊക്കെ നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം താഴത്തേക്ക് മാറ്റാതെ നമ്മൾ കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ലിംഗത്തിൻ്റെ അഗ്രഭാഗം വീർത്ത് ഒരു മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു അവസ്ഥയിലെത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളിതും കൊണ്ട് ആശുപത്രിയിൽ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ആൾക്കാർ പറഞ്ഞു വരുത്തുമെന്നുള്ള അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ അസുഖത്തിൻ്റെ പാരാഫിമോസിസ് എന്നുള്ള മുഴുവൻ പേരും നിങ്ങൾ ഓർത്തില്ലെങ്കിൽ ആദ്യത്തെ 2 അക്ഷരം ഓർക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണേലും പാര പണിയാൻ സാധ്യതയുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടൈറ്റായിട്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ട് അതും അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ച് ആ ഒരു സംശയ നിവാരണം വരുത്തുക. ഇനി ഏറ്റവും വലിയ കാര്യം ആ സ്ലൈഡിൻ്റെ ഏറ്റവും അടിയിൽ പറഞ്ഞിട്ടുണ്ട്, ലിംഗത്തിൻ്റെ വലിപ്പവും ലൈംഗിക സുഖവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിലെ മിഥ്യാധാരണയാണ് വലിയ ലൈംഗിക അവയവമുള്ളവർക്ക് സ്ത്രീകളെ പരമാവധി തൃപ്തിപ്പെടുത്താൻ പറ്റും, അങ്ങനെയുള്ള ആളുകളോട് സ്ത്രീകൾക്ക് ആരാധനയായിരിക്കും. ഇങ്ങനെയുള്ള എന്താണ് വികലമായ വിശ്വാസങ്ങൾ പലതും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ വൈദ്യശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ ഒരു 11-12 സെൻറ്റിമീറ്ററിന് ഇടയ്ക്ക് നീളമുള്ള ഒരു ലിംഗം ഉണ്ടെങ്കിൽ ആ ലിംഗം ഉപയോഗിച്ച് വളരെ വിജയകരമായ രീതിയിൽ ലൈംഗികമായ ധർമ്മം നിർവഹിക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീകളുടെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന ലൈംഗിക അവയവമായ യോനിയുടെ ഏറ്റവും പുറമേ കാണുന്ന 2-3 സെൻറ്റിമീറ്റർ സ്ഥലത്തെ തൊട്ടാൽ അറിയത്തുള്ളൂ. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ കിട്ടുന്ന അനുഭൂതികളാണ് ആ സ്ത്രീയെ ലൈംഗിക സംതൃപ്തിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംതൃപ്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഭയങ്കര കിലോമീറ്റർ കണക്കിന് നീളമുള്ള ലിംഗമൊന്നും വേണ്ട, ഒരു 12 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ അത് നടക്കും. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ആവറേജ് മലയാളി അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ പുരുഷൻ്റെ ലൈംഗിക അവയവത്തിന് ഒരു 15 സെൻറ്റിമീറ്ററിനും 18 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ നീളം കാണും. അതും മതി. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലിംഗത്തിനും വലിപ്പമില്ല എന്ന് കരുതി കല്യാണം കഴിക്കാതെ നടന്ന പലരും എനിക്കറിയാം. അങ്ങനെ ഒരു കാര്യമില്ല. ലിംഗത്തിൻ്റെ വലിപ്പക്കുറവെന്ന് പറയുന്നത് ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ 10 സെൻറ്റിമീറ്ററിലും താഴെയാണെങ്കിലാണ് വലിപ്പക്കുറവ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞാൽ ലിംഗത്തിൻ്റെ വലിപ്പം മാത്രമല്ല പല കാര്യത്തിലും അദ്ദേഹത്തിന് പോരായ്മ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഏതായാലും അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മളൊരിക്കലും ലിംഗത്തിൻ്റെ വലിപ്പത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പരസ്യം കാണും. ലിംഗവർദ്ധക യന്ത്രം വിൽക്കാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വരും. ഇതിലൊന്നും വീഴരുതും, അതൊക്കെ വെറും തട്ടിപ്പാണ്. കൃത്രിമമായ അല്ലെങ്കിൽ വളരെ നിസ്സാരപ്പെട്ട മാർഗങ്ങളിലൂടെ ഒന്നും നമുക്ക് ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കരുതും, അത് ആരോഗ്യത്തിന് വളരെ വളരെ ദോഷം ചെയ്യും. ഇത്രയാണ് നമുക്ക് പുരുഷ ലൈംഗിക വ്യവസ്ഥിതിയെപ്പറ്റി പറയാനുള്ളത്. അടുത്തത് നമ്മൾ സ്ത്രീകളിലേക്ക് പോവുകയാണ്. സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു ഒരു പുരുഷൻ എല്ലാ ദിവസവും ഏതാണ്ട് 30 കോടിയോളം ബീജങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ പുരുഷൻ എത്ര കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ജീവിതകാലം കൊണ്ട്? ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മനസ്സിൽ കണ്ട് ഉത്തരം കാണുക. ഇനി നമ്മൾ സ്ത്രീകളിലേക്ക് പോവുക.
ഈ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ നഗ്നയായിട്ട് നിന്നാൽ ഒരു ലൈംഗിക അവയവം പോലും നമ്മൾ കാണത്തില്ല. അവളുടെ സ്തനങ്ങളെ നമ്മൾ ലൈംഗിക അവയവമായിട്ട് കണ്ടാൽ അത് കാണാൻ പറ്റും, ബാക്കി ഒരു അവയവവും നമ്മൾ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെല്ലാം തന്നെ രണ്ട് കാലുകൾ തമ്മിൽ സമ്മേളിക്കുന്ന അടിവയറിൻ്റെ താഴെ ഭാഗത്ത് വളരെ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നതായിട്ട്. അപ്പോൾ ഒരു സ്ത്രീ നഗ്നയായിട്ട് നിന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇരുവശവും മാംസളമായ രണ്ട് തടിപ്പുകളും നടുക്കുള്ള ഒരു ചെറിയ വിടവ് പോലെ ഒരു സംവിധാനവും കാണാൻ പറ്റും. ഇത്രയും ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പടം, ഈ പടത്തെപ്പറ്റി ഈ ക്ലാസ് തുടങ്ങിയ കാലം തൊട്ട് പലരും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു സ്ത്രീ കാലുകൾ കവച്ച് വെച്ചിരിക്കുന്ന ഒരു പടമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം അങ്ങനെ ഉള്ളൊരു പടം നോക്കിയാൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് കാണിക്കുന്നത്. ആ പടത്തിൽ നോക്കിയാൽ അതിൽ ഏതാണ്ട് 5-6 കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പടത്തിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. നമ്മളൊരു സ്ത്രീ നഗ്നയായിട്ട് നിന്നാൽ ഞാൻ പറഞ്ഞു മാംസളമായ രണ്ട് തടിപ്പുകളും നടുക്കൊരു വിടവും കാണും. ഈ മാംസളമായ തടിപ്പുകളെ നമ്മൾ പറയുന്ന പേര് ഫഗോഷ്ടം എന്നാണ് പറയുന്നത്. ഫഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോനി എന്നാണ്. ഓഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചുണ്ട് എന്നാണ്. യോനിക്ക് ചുറ്റും കാണുന്ന ചുണ്ടുകൾ പോലെ മാംസളമായ ഭാഗം, അതാണ് ഫഗോഷ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ പടത്തിലേക്ക് നോക്കിയാൽ അവിടെയും ഫഗോഷ്ടങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലഘുഫഗോഷ്ടം, അതുപോലെ തന്നെ ബൃഹത് ഫഗോഷ്ടം എന്ന് പറഞ്ഞ് 2 ഫഗോഷ്ടങ്ങളുണ്ട്. രണ്ടിനെയും വിടുക, നിങ്ങൾ ഉള്ളി ഫഗോഷ്ടം മാത്രം ചിന്തിക്കുക. ആ ഫഗോഷ്ടത്തെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് രണ്ടും കൂടി മുകളിൽ യോജിക്കുന്ന ഭാഗത്ത് 1 എന്നടയാളപ്പെടുത്തിയ ഒരു ഭാഗം കാണാം. ആ 1 എന്നടയാളപ്പെടുത്തിയ ഭാഗത്ത് എഴുതിയിരിക്കുന്ന പേര് ശിശനിക എന്ന് എഴുതിയിരിക്കും, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ക്ലൈറ്റോറിസ് എന്ന് പറയും. ഈ ശിശനിക എന്ന് പറഞ്ഞാൽ പുരുഷ ലിംഗത്തിന് സമാനമായിട്ട് സ്ത്രീകളിലുള്ള ഒരു ഭാഗമാണ്. പുരുഷന്മാർക്ക് ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ലിംഗം ഉദ്ധരിക്കുന്ന പോലെ സ്ത്രീകളിൽ ഉദ്ധാരണശേഷിയോടുകൂടി വലുതാകുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ കിട്ടുന്ന ഉദ്ദീപനങ്ങൾ ഒരു സ്ത്രീയെ എളുപ്പത്തിൽ രതിമൂർച്ചയിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അത് 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5 സെൻറ്റിമീറ്റർ താഴത്തേക്ക് മാറി ഒരു ചെറിയ പൊട്ട് പോലെ ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറുപ്പ് പൊട്ട് പോലെ 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മൂത്രം പുറത്തേക്ക് പോരാനായിട്ട് സ്ത്രീകളിലുള്ള അവയവം, മൂത്രദ്വാരം. അതിൽ നിന്നും കുറച്ചുകൂടി താഴത്തേക്ക് മാറി കുറച്ചുകൂടി വലിയ ഒരു കറുത്ത വൃത്തത്തിൽ യോനി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് യോനി ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് തുറക്കുന്ന അതിൻ്റെ കവാടമാണ് ആ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നും ഉള്ളിൽ വയറിനകത്തിരിക്കുന്ന ഗർഭപാത്രം വരെ നീണ്ടു കിടക്കുന്ന മാംസപേശികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുഴലാണ് യോനി. അതുണ്ടാക്കിയിരിക്കുന്ന മാംസപേശികൾ കൊണ്ടായതുകൊണ്ട് അതിന് 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഒന്ന്, യോനിയുടെ ധർമ്മം നമ്മൾ നോക്കിയാൽ മതി. 1, ആർത്തവ രക്തം പുറത്തേക്ക് പോകുന്ന യോനിയിലൂടെയാണ് എല്ലാ മാസവും. 2, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന യോനിയിലൂടെയാണ്. 3-മതായി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി പ്രസവത്തിലൂടെ പുറത്തേക്ക് വരുന്ന യോനിയിലൂടെയാണ്. അപ്പോൾ ഈ മാംസപേശികൾ കൊണ്ടുണ്ടാക്കിയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് വികസിക്കാനും അതുപോലെ തന്നെ ചുരുങ്ങാനും അതിന് പറ്റും. ഏതാണ്ട് 11-12 സെൻറ്റിമീറ്റർ നീളമുണ്ട്. യോനി ചെന്ന് അകത്തേക്ക് തുറക്കുന്നത് ഗർഭപാത്രത്തിൽ. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ പടം നിങ്ങൾക്ക് കാണാം. ഏതാണ്ട് ത്രികോണാകൃതിയിലിരിക്കുന്ന ഒരു അവയവമാണ്. ഗർഭപാത്രത്തിന് ശരിക്കും പറഞ്ഞ ഒരു അകം പൊള്ളയായ ഒരു അവയവമാണ്. ഏതാണ്ട് 3.5 ഇഞ്ച് നീളം അതിനുണ്ട്, അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. അകം പൊള്ളയായിട്ടിരിക്കാൻ കാര്യം ആ പൊള്ളയായിട്ടിരിക്കുന്ന ഭാഗത്താണ് ഒരു കുട്ടിയെ സ്വീകരിച്ച് വളർത്തി വലുതാക്കേണ്ടത്. അതിന് ചുറ്റും കാണുന്ന ഗർഭപാത്രത്തിൻ്റെ ഭിത്തി എടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവിടെ എൻഡോമെട്രിയം മയോമെട്രിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാം. അതിന് എനിക്ക് പറയാവുന്ന ഏറ്റവും ലളിതമായ ഉത്തരം, നിങ്ങൾ ഗർഭപാത്രത്തെ നിങ്ങളുടെ വായുവായിട്ടൊന്ന് സങ്കല്പിക്കും. വായുവായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ വായുടെ അകത്ത് നാക്ക് കൊണ്ടൊന്ന് തൊട്ട് നോക്കിയേ, അവിടെ വഴുവഴുപ്പുള്ളൊരു ചർമ്മം കാണാം. അതേപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് നല്ല വഴുവഴുപ്പുള്ള ചുവന്ന കളറിലിരിക്കുന്ന ഒരു ചർമ്മഭാഗമുണ്ട്. അതാണ് അതിൻ്റെ എൻഡോമെട്രിയം അല്ലെങ്കിൽ ശ്ലേഷ്മ ചർമ്മം എന്ന് പറയും. അവിടെയാണ് ഈ വളരാൻ പോകുന്ന കുട്ടി പറ്റിപ്പിടിച്ചിരുന്ന് വളരുന്നത്. ഇനി നമ്മൾ പല്ലുകൾ തമ്മിൽ നല്ല ശക്തിയായിട്ട് കടിച്ചു പിടിച്ചിട്ട് വായുടെ പുറത്തൊന്ന് പിടിച്ചു നോക്കിയേ, നല്ല കട്ടിയുള്ള മസിലുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
അപ്പോൾ ഈ വായ്ക്ക് വേണ്ട ശക്തി കൊടുക്കുന്നത് ആരാണ്? പുറത്തിരിക്കുന്ന മസിലുകളാണ്. അതുപോലെ ഈ ഗർഭപാത്രത്തിൻ്റെ ചർമ്മത്തിന് ചുറ്റും നല്ല ശക്തിയുള്ള മാംസപേശികളുണ്ട്. ആ മാംസപേശികൾ ഗർഭപാത്രത്തിന് വേണ്ട ബലം കൊടുക്കും. ഈ കുട്ടി അവിടെ ഇരുന്ന് വളർന്ന് പൂർണ്ണ ഗർഭാവസ്ഥയിലെത്തുമ്പോൾ ഗർഭപാത്രം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്നും ഒരു 15-20 ഇരട്ടിയോളം വലുതാവുന്നുണ്ട്. എന്ന് കരുതിയിട്ട് ആരുടെയെങ്കിലും ഗർഭപാത്രം പൊട്ടിപ്പോയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇനി പ്രസവ സമയത്ത് ഈ മാംസപേശികൾ ശക്തിയായിട്ട് ചുരുങ്ങുമ്പോഴാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട ബലം കൊടുക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള മസിലുകളാണ്. അതിനെയാണ് നമ്മൾ മയോമെട്രിയം എന്ന് പറയുന്നത്. അത് പുറത്തിരിക്കുന്നു. ഈ 2 ഭാഗങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഗർഭപാത്രത്തിൻ്റെ ധർമ്മം പൂർത്തിയാകുന്നത്. ഇനി ഗർഭപാത്രത്തിൻ്റെ 2 വശങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ ഇരിക്കുന്ന 2 കുഴലുകൾ കാണാം. ഈ കുഴലുകളെ പറയുന്നത് അണ്ഡവാഹിനി കുഴലുകൾ എന്നാണ്. അണ്ഡവാഹിനി കുഴലുടെ ധർമ്മം ഇത്രയേ ഉള്ളൂ: അണ്ഡാശയങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അണ്ഡത്തെ ഗർഭപാത്രത്തിലേക്ക് സംവഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. അതിന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ കുഴലുകളുടെ അങ്ങേയറ്റത്ത് നോക്കിയാൽ ഈ അഗ്രഭാഗം, ഈ ഭാഗം വിരലുകൾ പോലെ രൂപം പ്രാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ വിരലുകൾ ചെന്ന് തൊട്ടിരിക്കുന്നത് മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു അവയവത്തിലാണ്. അതാണ് ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം. ഗർഭപാത്രത്തിൻ്റെ 2 വശങ്ങളിലും അണ്ഡാശയം കാണാം. അണ്ഡാശയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ലൈംഗിക വ്യവസ്ഥിതിയുടെ കേന്ദ്രം. നമ്മൾ പുരുഷനിൽ വൃഷണങ്ങൾ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ലൈംഗിക വ്യവസ്ഥിതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അണ്ഡാശയങ്ങളാണ്. പുരുഷന്മാരിൽ ആ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിച്ചൊരു കൊച്ചു ആൺകുട്ടിയെ പുരുഷനാക്കിയ പോലെ അണ്ഡാശയങ്ങൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിച്ചൊരു കൊച്ചു പെൺകുട്ടിയെ ഒരു യുവതിയാക്കി മാറ്റും. എന്ന് മാത്രമല്ല, അവളുടെ ആ സ്ത്രീത്വത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്ന മാതൃത്വത്തിലേക്ക് അവളെ നയിക്കുന്ന അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ: ഒരു പുരുഷൻ എല്ലാ ദിവസവും 30 കോടി ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു മാസം 1 അണ്ഡത്തെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ ജീവിതകാലം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അണ്ഡങ്ങളുടെ എണ്ണം ഏതാണ്ട് 450-500 ഇടയ്ക്കേ വരത്തുള്ളൂ. കാരണം ആർത്തവം തുടങ്ങുന്ന കാലം തൊട്ടാണ് അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നത്. പുരുഷന്മാരെ പോലെ ജീവിതകാലം മുഴുവൻ ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ ആർത്തവം നിലയ്ക്കും. 47-48 വയസ്സ് 50 വയസ്സിനിടയ്ക്ക് ആർത്തവം നിലയ്ക്കും. അപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് കിട്ടുന്ന ഒരു 34-35 കൊല്ലം കൊണ്ട് ഒരു സ്ത്രീ മാക്സിമം ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡങ്ങളുടെ എണ്ണം 450-500 ആയിരിക്കും. അത് ഓരോ മാസവും അണ്ഡാശയം പൊട്ടി ഏതെങ്കിലും ഒരു വശത്തു നിന്നും പുറത്തേക്ക് വരും. ആ അണ്ഡങ്ങളെ അണ്ഡവാഹിനിക്കുഴലിൻ്റെ വിരലുകൾ പോലെ രൂപം പ്രാപിച്ച അഗ്രം സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ അണ്ഡങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അതവിടെ തന്നെ ഇരിക്കും. ഈ സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ കോടിക്കണക്കിനായിട്ടുള്ള ബീജങ്ങൾ വീഴുന്നത് സ്ത്രീയുടെ യോനിയിലാണ്. ആ യോനിയിൽ നിന്ന് ഈ ബീജങ്ങൾ ആദ്യം ഗർഭപാത്രത്തിലെത്തും. ഗർഭപാത്രത്തിലെത്തിയിട്ട് അതെന്ത് ചെയ്യണം? ഈ അണ്ഡാശയത്തിൻ്റെ ഈ അഗ്രഭാഗത്തിരിക്കുന്ന അണ്ഡത്തിനടുത്തേക്ക് എന്ത് ചെയ്യണം? ഈ കുഴലിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തണം. അങ്ങനെ എത്തിയിട്ടാണ് അണ്ഡവുമായിട്ട് യോജിക്കുകയും ഒരു കുട്ടിയുടെ തുടക്കമായ ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ബീജത്തിൻ്റെ എണ്ണത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. യോനിയിൽ കോടിക്കണക്കിന് ബീജങ്ങൾ വീണാലും ഈ കണ്ട യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 1000 ബീജങ്ങളിൽ താഴെയായിരിക്കും. ബാക്കിയെല്ലാം ഈ യാത്രക്കിടയിൽ നശിച്ചു പോകും. ഈ 1000 ബീജങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും കൂടി അണ്ഡത്തിലോട്ട് കയറാൻ പറ്റത്തില്ല. അണ്ഡത്തിന് ചുറ്റും നല്ല ശക്തിയുള്ള കട്ടിയുള്ള ഒരു ആവരണമുണ്ട്. ആവരണത്തെ നമുക്ക് സങ്കല്പിക്കാം. അതായത് നിങ്ങൾക്ക് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അണ്ഡമാണ്. ചിലപ്പോൾ രാവിലെ പുഴുങ്ങി തിന്നതായിരിക്കും. കോഴിയുടെ മുട്ടയാണ് നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അണ്ഡം. അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ മുട്ടയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ഡം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അപ്പോൾ ഈ മുട്ട എടുത്തിട്ട് ചുമ്മാവായിട്ട് ചോക്കാൻ പറ്റും? ഇല്ല. അതിൻ്റെ തോട് പൊളിക്കണം അല്ലേ? കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു തോട് അതിനുണ്ട്. അത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രകൃതി കൊടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ അണ്ഡത്തിനും ഇതേപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ പോലും സാമാന്യം കട്ടിയുള്ളൊരു ആവരണമുണ്ട്. അപ്പോൾ ഈ അണ്ഡത്തിന് ചുറ്റും ചെന്ന് നിൽക്കുന്ന 1000 ബീജങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഈ കോട്ട ഇടിച്ച് പൊളിക്കുക എന്നുള്ളത്. കോട്ട ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ ആരെന്നറിയാൻ പറ്റിയല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബീജം ഓടി അകത്ത് കയറും. എന്നേക്കുമായിട്ട് കോട്ട അടയും. അങ്ങനെ ഒരണ്ടവും ഒരു ബീജവും കൂടി സംയോജിച്ച് ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയുടെ തുടക്കത്തെ നമ്മൾ എംബ്രിയോ എന്ന് പറയും. ഇതാണ് നമ്മുടെ ലൈംഗിക വ്യവസ്ഥിതിയുടെ രത്നച്ചുരുക്കം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വരാവുന്ന കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഒന്ന് ഒരു മാനസിക രോഗമാണ്, അതായത് പാരനോയ എന്ന് പറയും. അതായത് അടിസ്ഥാനം ഒന്നുമില്ലാതെ ഒരാൾ
അയാളുടെ ജീവിത പങ്കാളിയെ സംശയിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പാരനോയ. പാരനോയ പലതരം മാനസിക രോഗങ്ങൾക്കുണ്ടാകാം. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതൊരു ലൈംഗിക മാനസിക രോഗമായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു മാനസിക രോഗമായതുകൊണ്ട് രോഗി ഒരിക്കലും അയാൾ രോഗിയാണെന്നുള്ള കാര്യം അറിയുന്നില്ല. ഇപ്പം നമുക്കൊരു പനി വന്നാൽ നമ്മൾ തന്നെ അറിയും നമുക്ക് പനിയാണ്. പക്ഷേ മാനസിക രോഗം, ഭ്രാന്ത് വന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആരാൾക്കാണ് രോഗമില്ലാത്തത് അവരാണ് ഈ രോഗിയെ ചികിത്സിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അതുവരെ നോർമലായിട്ടിരുന്ന ഒരാൾ മറ്റൊരു അടിസ്ഥാനവുമില്ലാതെ നമ്മുടെ ചാരിത്രത്തെ സംശയിക്കുകയും അതിനെതിരെ അപവാദങ്ങൾ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. അയാളെ എന്ത് ചെയ്യണം? നമ്മൾ ചികിത്സിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അയാൾ ഇട്ടിട്ട് പോവുകയല്ല വേണ്ടത്. അയാൾ എന്നെപ്പറ്റി അപവാദം പറഞ്ഞെന്നും കൊണ്ട് അയാൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. കാര്യം നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ എടുക്കുന്ന പ്രതിജ്ഞയാണ്. താലികെട്ടല്ല, പ്രതിജ്ഞയാണ് പ്രധാനം. ആ പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നുണ്ട് ഇയാളുടെ കൂട്ടത്തിൽ ആരോഗ്യത്തിലോ അനാരോഗ്യത്തിലൊക്കെ ഞാൻ കൂട്ടത്തിൽ നിന്നേക്കാന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അനാരോഗ്യമാണ് മാനസിക രോഗം, അതിന് നമ്മൾ കൂട്ടത്തിൽ നിന്നാലേ പറ്റുള്ളൂ. കൊണ്ടുപോയി നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിച്ചാൽ ഈ പാരനോയ ജലദോഷം മാറുന്ന പോലെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഉദ്ധാരണശേഷി കുറവ്. അതായത് ലിംഗത്തിന് യോനിയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള അത്രയും ആ ഉദ്ധാരണം അല്ലെങ്കിൽ അത്രയും ബലം കിട്ടുന്നില്ല. ഇത് പലപ്പോഴും ഒരു 40% പുരുഷന്മാരിൽ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഇതുണ്ടാകും. എന്നെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല, ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉദ്ധാരണം കിട്ടുന്നില്ല. അപ്പം ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കുന്ന ഭാര്യ ഇല്ലാത്തപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ചിലരൊക്കെ തമാശക്ക് പറയും ഭാര്യ ഇല്ലെങ്കിൽ ഉദ്ധാരണം കൊണ്ട് കിടക്കപ്പുറത്തില്ല, പക്ഷേ ഭാര്യ വന്നാൽ കുഴപ്പം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ശാരീരികമായ പ്രശ്നമല്ല, മാനസികമായ പ്രശ്നമാണ്. അതായത് ഈ പെൺകുട്ടിയുമായിട്ട് ഈ പറയുന്ന കാര്യം വിജയകരമായിട്ട് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ് ഉദ്ധാരണക്കുറവുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 40% പുരുഷന്മാരിൽ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ കാണും. അവരത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ആ കുട്ടിയെ സ്നേഹിക്കുക, അവർ തമ്മിൽ അടുക്കുക, അവരുടെ മാനസികമായ ഐക്യം ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അതിന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിരുന്നാലും ഉദ്ധാരണശേഷി കുറവിന് ശാരീരികമായ കാരണങ്ങളുണ്ട്, അതിനെപ്പറ്റി മനസ്സിലാക്കണം. അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അതായത് നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹ രോഗികൾ, കഠിനമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, കടുത്ത മദ്യപന്മാർ, ഹാർട്ടിൻ്റെ അസുഖത്തിനും മറ്റും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ചില സൈക്യാട്രിക് മെഡിസിൻസ്, അതുപോലെ തന്നെ നട്ടലിനും മറ്റും ക്ഷതം സംഭവിച്ച ആൾക്കാർ, ഇവരിലൊക്കെ ഉദ്ധാരണശേഷി കുറവ് ഈ അവസ്ഥകൾ കൊണ്ടുണ്ടാകാം. അപ്പം നമ്മൾ വിവാഹം കഴിച്ചിട്ട് ഒരു ആദ്യത്തെ 1-2 മാസം നമുക്ക് നോക്കാം മാനസിക പ്രശ്നമാണെന്നൊക്കെ നോക്കാം. പക്ഷേ ഇങ്ങനെയുള്ള റിസ്ക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. അവരെന്ത് ചെയ്യണം? അതൊരു യൂറോളജിസ്റ്റിനെ, മൂത്ര സംബന്ധമായ രോഗങ്ങൾ പരിശോധിക്കുന്ന യൂറോളജിസ്റ്റിനെ കാണിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചികിത്സിക്കുകയും ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം ശീഘ്രസ്ഖലനം എന്ന് പറയുന്നൊരു കാര്യം. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു ശുക്ലം പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണ് സ്ഖലനം എന്ന് പറയുന്നത്. ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അഭിരുചി അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പുരുഷന് ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നും കിട്ടുന്നത് ഒരു രതിമൂർച്ച. ആ രതിമൂർച്ചയോടൊപ്പം തന്നെ സ്ഖലനവും സംഭവിക്കും. സ്ഖലനം സംഭവിച്ച് രതിമൂർച്ച അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കുറേ സമയത്തേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ലൈംഗികമായ അഭിനിവേശം ഉണ്ടാകില്ല. ഒരു തളർച്ചയും ഉറങ്ങാനുള്ളൊരു മൂഡും ഒക്കെ നമുക്ക് പോകും. അതേസമയം സ്ത്രീകൾ അങ്ങനെയല്ല. ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷനേക്കാളും മുൻപിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മൾട്ടിപ്പിൾ ഓർഗാസം, അതായത് ഒരേ ലൈംഗിക ബന്ധത്തിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ രതിമൂർച്ച അനുഭവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഓരോ സ്ത്രീയുടെയും ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരെണ്ണമെങ്കിലും അവരെ അനുഭവിപ്പിക്കുക എന്നുള്ളത് എന്താണ്? ലൈംഗിക ബന്ധം നടത്തുന്ന പുരുഷൻ്റെ കടമയാണ്. അത് വേറെ കാര്യം. പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷനാണ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത്. അയാളുടെ കടമയാണ് എന്ത്? അയാൾക്ക് ലൈംഗികമായ സംതൃപ്തി ഉണ്ടാകുന്ന അല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാകുന്നതിനോടൊപ്പമോ അതിനു മുൻപോ ആയിട്ട് തന്നോട് സഹകരിക്കുന്ന സ്ത്രീയുടെ രതിമൂർച്ച ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പലപ്പോഴും പുരുഷൻ്റെ തലയിൽ വന്ന് വീഴും. കാരണം വേറൊന്നുമല്ല, പുരുഷന് സ്വയമായിട്ട് രതിമൂർച്ച അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലിംഗത്തിൻ്റെ ഉദ്ധാരണം പഴയ പോലെ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് തന്നോടുകൂടെ പങ്കെടുക്കുന്ന പങ്കാളിയുടെ സംതൃപ്തി ഉറപ്പാക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൻ്റെ മനോഹാരിതകളും മറ്റും ആസ്വദിക്കുന്നതിന് മുമ്പോ സ്ഖലനം സംഭവിച്ച് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ ആ ഒരു ഘട്ടത്തെ നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയും.
അപ്പോൾ ഇപ്പം നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത് തുടക്കക്കാരിൽ എല്ലാവർക്കും ശീഘ്രസ്ഖലനം ഉണ്ടാവും. അതായത് ലൈംഗിക ബന്ധം തുടങ്ങുന്ന ഒരു പുരുഷന് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു 1 മിനിറ്റെങ്കിലും ശുക്ലം പിടിച്ചു നിർത്താൻ പറ്റിയാൽ അയാൾക്ക് ശീഘ്രസ്ഖലനം ഇല്ല. പക്ഷെ അത് ആവശ്യത്തിനുള്ള സമയമല്ല കേട്ടോ. ഈ 1 മിനിറ്റ് പിടിച്ചു നിർത്താൻ തുടക്കത്തിൽ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന പരിചയവും പരിശീലനവും കൊണ്ട് പതുക്കെ പതുക്കെ ഈ ടൈം കൂട്ടിയെടുക്കാനും നല്ല പ്രാരംഭ ലീലകളോടുകൂടി നടത്തുന്ന നല്ല മാനസിക ഐക്യത്തോടുകൂടി നടത്തുന്ന ഒരു ലൈംഗിക ബന്ധമാണെങ്കിൽ ഒരു 5, 6, 7 മിനിറ്റ് വരെയൊക്കെ, മാക്സിമം അത്രയാണ് 7 മിനിറ്റ് വരെയൊക്കെ ശുക്ലം പിടിച്ചു നിർത്തി അയാൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയാൽ ആ സമയം കൊണ്ട് അയാളോട് സഹകരിക്കുന്ന സ്ത്രീയെയും സംതൃപ്തിയിലെത്തിക്കാനായിട്ട് അയാൾക്ക് പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്ന 7 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ ഇത് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ വിജയിച്ചെന്നു. അത് സാവധാനം നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മളോട് കൂടി സഹകരിക്കുന്ന നമ്മുടെ ഭാര്യയുടെ ശരീരത്തെയും അറിഞ്ഞുകൊണ്ട് പഠിച്ച് 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 പതുക്കെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരിക്കലും നമ്മൾ വേറുള്ള കാര്യങ്ങളെയൊന്നും ആശ്രയിക്കരുത്. നമ്മൾ കാണുന്ന പ്രോണോഗ്രാഫിക് ഫിലിമുകളിലൊക്കെ ചിലപ്പോൾ മണിക്കൂർ കണക്കിന് യന്ത്രം പോലെ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെയും പുരുഷനെയൊക്കെ കാണും. അതൊക്കെ അഭിനയമാണ്, അങ്ങനെ ഒരു കാര്യമില്ല. മാക്സിമം ഒരു ആവറേജ് മനുഷ്യന് ശുക്ലം പിടിച്ചു നിർത്താൻ, ലിംഗം യോനിയിൽ പ്രവേശിച്ചതിന് ശേഷം പിടിച്ചു നിർത്താൻ പറ്റുന്നത് 7 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ. അതിലും കൂടുതൽ പറ്റും. നമ്മൾ അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത്രയൊക്കെ മതി. നമ്മൾ നല്ല തയ്യാറെടുപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ആ സമയത്ത് തന്നെ അത് സാധിക്കുകയും ചെയ്യും. പക്ഷേ വിവാഹം കഴിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടും നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. നമ്മൾ ലൈംഗിക ബന്ധം തുടരുമ്പോൾ തന്നെ സ്ഖലനം സംഭവിക്കുന്നു, നമുക്കതിൻ്റെ സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ ആസ്വദിപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് രോഗം, അത് നമ്മുടെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ കുഴപ്പമായിരിക്കും. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഒരു യൂറോളജിസ്റ്റിനെ കാണണം. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകൾ കൊണ്ട് ഇത് മനസ്സിൻ്റെ കുഴപ്പമാണോ ശരീരത്തിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് പല രീതിയിലേക്ക് പോകും. ചിലപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടുവരും, ചിലപ്പോൾ സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ടുവരും, ചിലപ്പോൾ യൂറോളജിസ്റ്റ് തന്നെ ചികിത്സിക്കും. അങ്ങനെ പല രീതിയിൽ ആ പ്രശ്നം നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇനിയുള്ളത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. എല്ലാ രോഗങ്ങളെയും പറ്റിയും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് 2 വ്യക്തികൾ വളരെ വളരെ അടുത്തിടപഴകുന്നൊരു കാര്യം. അപ്പോൾ 2 വ്യക്തികൾ പരമാവധി അടുത്തിടപഴകുമ്പോൾ അവർക്കിടയിൽ രോഗാണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം തൊട്ട് മാരക രോഗമായ HIV അല്ലെങ്കിൽ എയ്ഡ്സ് വരെ ഈ പറയുന്ന കാര്യത്തിലൂടെ പകരം. അപ്പോൾ അവിടെ കുറേയധികം ലൈംഗിക രോഗങ്ങളുണ്ട്. പലതും കാലഹരണപ്പെട്ടതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും അതിൽ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സിഫിലിസ് എന്ന് പറയുന്ന ഒരു രോഗം. ഇന്നത്തെ കാലത്ത് ആൻറ്റിബയോട്ടിക് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അത് കുറവാണ്. പക്ഷെ അത് വരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന വേദനയില്ലാത്ത വ്രണമായിട്ട് വരും. അപ്പോൾ വേദനയില്ലാത്ത വ്രണമാണെങ്കിൽ നമ്മൾ വേദനയുള്ള ഗുരുവെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. 3 ആഴ്ച വെച്ചോണ്ടിരുന്ന് ഇത് അറ്റുപോകാറായപ്പോഴാണ് ആശുപത്രി വന്നത് അല്ലേ. അപ്പോൾ വേദനയില്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവഗണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ അവഗണിക്കാൻ പാടില്ല. വേദനയില്ലാത്ത വ്രണമാണെങ്കിലും എന്താണെങ്കിലും എന്ത് ചെയ്യണം? അത് ഡോക്ടറെ കാണിക്കണം. കാര്യം ഈ സിഫിലിസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത വ്രണം വന്ന് നമ്മളെ മൈൻഡിലെങ്കിലും 2-3 ആഴ്ച കൊണ്ട് പുറത്തു. നമ്മൾ രോഗം മാറിയെന്ന് വിചാരിക്കരുത്. ഒരു 6 മാസം കഴിയുമ്പോൾ രോഗത്തിൻ്റെ 2ാം ഘട്ടം വരും. അത് ശരീരത്ത് പാടുകളും ചൊറിച്ചിലും അതുപോലുള്ള റാഷസ് ആയിട്ട് വരും. അവിടെയും നമ്മൾ ചികിത്സിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, പതുക്കെ മാറും. അടുത്ത ഘട്ടം വരുന്നത് ഒരു 5-8 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അത് നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റുമൊക്കെ ബാധിച്ച് നമ്മളെ മരണത്തിലേക്ക് നയിക്കും. 3ാം ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ സിഫിലിസിന് ശരിക്കും പറഞ്ഞാൽ ചികിത്സയില്ല. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയിലേക്ക് പകരുന്ന രോഗം. അപ്പോൾ സിഫിലിസ് ഉള്ള ഒരു അമ്മ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും ജന്മനാ സിഫിലിസ് കിട്ടും. സിഫിലിസ് വന്നു കഴിഞ്ഞാൽ തലച്ചോറ് ആവശ്യത്തിന് വളരില്ല, കണ്ണിൽ തിമിരം വരും, അങ്ങനെയുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വന്ന് ഈ കുട്ടി മിക്കവാറും ഒരു 5-6 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. അപ്പോൾ ഇവിടെ ഈ ഞാൻ പറയുന്ന പ്രത്യക്ഷത്തിൽ ലക്ഷണമുള്ള ഒരു രോഗത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ പലപ്പോഴും പല ലൈംഗിക രോഗങ്ങൾക്കും പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങൾ കാണും. അത് ലിംഗത്തിൻ്റെ പാടായിരിക്കാം, ചൊറിച്ചിലായിരിക്കാം, വ്രണമായിരിക്കാം, അങ്ങനെ എന്തും വരാം. അപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് ലൈംഗിക ജീവിതം നയിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൂടി ചെയ്യണം? നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ ശ്രദ്ധിക്കണം. അവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ, രോഗത്തിൻ്റെ പേരും അണുക്കളും ഒന്നും നിങ്ങൾ പഠിക്കണ്ട, അവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ, ഒരു പാട് കണ്ടാൽ, ഒരു വ്രണം കണ്ടാൽ, ഒരു ചൊറിച്ചിൽ കണ്ടാൽ, എന്തെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്ക് എല്ലാ ലൈംഗിക രോഗങ്ങളും ആദ്യം കാണിക്കേണ്ട ആരാണെന്ന് വെച്ചാൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അതാണ് അതിൻ്റെ രീതി. സ്കിന്നിൻ്റെ ഡോക്ടർമാരാണ് അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുന്നത്. അവരെ കാണിച്ചാൽ കൃത്യമായിട്ട് രോഗം ഐഡൻറ്റിഫൈ ചെയ്യും. അവർ പറയുന്നതനുസരിച്ച് പിന്നെ ആരെങ്കിലും കാണിച്ചു.
അപ്പോൾ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ സമയത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സിഫിലിസിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണെങ്കിൽ വെറും 50 രൂപയുടെ മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിപ്പൂവും കൊണ്ടിരിക്കുമെന്നുണ്ടെങ്കിൽ 50 രൂപക്ക് വരെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവൻ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് സമയത്ത് വൈദ്യോപദേശം നേടുക. അത് പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങളുള്ള രോഗത്തിൻ്റെ കാര്യം. ഈ പ്രത്യക്ഷ ലക്ഷണമില്ലാത്ത ഒരേ ഒരു രോഗം ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. അത് HIV അല്ലെങ്കിൽ എയ്ഡ്സ്. HIV വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറേ നാളുകളിലേക്ക് നമുക്കെന്തുണ്ടായാലും നമുക്കൊരു പ്രശ്നവും കാണത്തില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ഡേറ്റ് നിങ്ങൾ ഓർക്കും. ഈ ഡേറ്റിന് ഒരു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു HIV വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എയ്ഡ്സ് രോഗിയായിട്ട് മാറണം. എയ്ഡ്സ് രോഗത്തിൻ്റെ ഈ എയ്ഡ്സ് എന്നുള്ള ആ ഒരു പദം ഉപയോഗിക്കുന്നതിന് മുൻപ് എയ്ഡ്സ് രോഗത്തെ പറഞ്ഞിരുന്നത് തന്നെ സ്ലിം ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ HIV എയ്ഡ്സ് രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞ് നേർത്ത് വര പോലെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ സ്ലിം ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എയ്ഡ്സ് രോഗിയായെന്ന് പറഞ്ഞാൽ ഒന്ന് അയാളുടെ ശരീരം നേർക്കും, അയാളുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് സാധാരണ മനുഷ്യർക്ക് വരാത്ത പല അസുഖങ്ങളും അയാൾക്ക് വരും. അപൂർവങ്ങളായ ക്യാൻസർ വരും. സാധാരണ TB അണുക്കളല്ലാത്ത പശുവിനും കാളയ്ക്കൊക്കെ ബാധിക്കുന്ന തരം TB അണുക്കളുള്ള TB വരും. അങ്ങനെ പലവിധ രോഗങ്ങൾ കൊണ്ട് ഇയാൾ അവസാനം മരിക്കുകയാണ് ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റിൽ എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു HIV വൈറസ് പ്രവേശിച്ചാൽ മിനിമം 5 മുതൽ 7 കൊല്ലമെങ്കിലും കഴിയണം. ഈ 5 മുതൽ 7 കൊല്ലക്കാലം നമ്മൾ പുറമേ നല്ല ആരോഗ്യവാന്മാരായിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച ആ എയ്ഡ്സിൻ്റെ വൈറസുകൾ അവിടെ കിടന്ന് പെരുകി മറ്റൊരാളിലേക്ക് വ്യാപിക്കാൻ എന്ന് തുടങ്ങുമെന്ന് വെച്ചാൽ അതിന് 3 ആഴ്ചത്തെ സമയം മതി കേട്ടോ. 3 ആഴ്ച കഴിയുമ്പോൾ അത് ശരീരത്തിൽ പെരുകിയിട്ട് നമ്മളിൽ നിന്നും വേറൊരാളിലേക്ക് രോഗം പകർത്താനായിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എയ്ഡ്സിൻ്റെ ഭീകരത ഇതാണ്. അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗിയായി മാറാനായിട്ട് 7 കൊല്ലമെങ്കിലും വേണം. പക്ഷേ രോഗം പകർത്താൻ 3 ആഴ്ച മതി. അപ്പോൾ ഈ എന്ത് പറ്റും, ഒരു വിവാഹപ്രായത്തിയ ഒരാളാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ പറഞ്ഞ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യം മറന്നു പോകുക. ലക്ഷണമൊന്നുമില്ലല്ലോ. അയാൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ വിവാഹം കഴിക്കും. അയാളിൽ നിന്ന് ചിലപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും. അങ്ങനെ എയ്ഡ്സ് ഭയങ്കരമായിട്ട് പകരാൻ സാധ്യതയുള്ളൊരു രോഗം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ലൈംഗിക ജീവിതത്തിൽ പരമാവധി സുരക്ഷിതത്വം പാലിക്കുക. ലൈംഗിക ജീവിതം ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, വഴിവിട്ട ലൈംഗിക ജീവിതം നയിച്ച ആൾക്കാർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? HIV ടെസ്റ്റ് ചെയ്യണം. അവർ ഏത് ഗവൺമെൻറ് ആശുപത്രി ചെന്നാലും അവരുടെ പേര് പോലും ചോദിക്കാതെ HIV ടെസ്റ്റ് നടത്തി കൊടുക്കും. HIV പോസിറ്റീവ് ആണെന്നുള്ളൊരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന കോടിക്കണക്കിനായിട്ടുള്ള HIV വൈറസുകളുടെ ശവപ്പറമ്പായിട്ട് ഞാൻ തന്നെ മാറും. അപ്പോൾ വഴിവിട്ട ലൈംഗിക ജീവിതം നയിച്ചിട്ടുള്ള ആൾക്കാർ വിവാഹത്തിന് മുമ്പ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം HIV പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിയണം. കാരണം അവർ ഈ ലോകത്തിന് ലക്ഷണങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താ? HIV ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എവിടെ ചെന്നാലും പേര് പോലും ചോദിക്കാതെ അത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ദൃഢമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് വേറൊന്നുമല്ല, എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന കോടിക്കണക്കിനായിട്ടുള്ള HIV വൈറസുകളുടെ ശവപ്പറമ്പായിട്ട് ഞാൻ തന്നെ മാറും. ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് ഇതാർക്കും കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക. വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സന്മനസ് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി പറയാനുള്ള കാര്യം, നമുക്ക് ഈ രോഗങ്ങൾക്ക് എല്ലാത്തിനും പ്രതിവിധി വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ഇപ്പോൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്ന രോഗങ്ങളുണ്ട്. HIV വരാതിരിക്കാനുള്ള പ്രതിവിധികൾ നമ്മൾ പറയുന്നുണ്ട്. കോണ്ടം ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനുമുള്ള ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്ന ഒറ്റ മാർഗമാണ്. അത് മറ്റൊന്നുമല്ല, ലൈംഗിക ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവവും വിശ്വസ്തത എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 2 കാര്യങ്ങളും നമ്മൾ പുലർത്തിക്കഴിഞ്ഞാൽ ഒരു ലൈംഗിക രോഗവും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ നമ്മൾ ലൈംഗിക ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം, ജീവിതത്തിൽ ഒരു ലൈംഗിക പങ്കാളി എന്നുള്ള കാര്യം ഒരു വ്രതമായിട്ട് അനുഷ്ഠിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്തേക്ക് ലൈംഗിക ബന്ധത്തെ വ്യാപിപ്പിക്കാതിരിക്കുക. ലൈംഗിക ജീവിതത്തിൽ മാക്സിമം വിശ്വസ്തരായിരിക്കുക. കാരണം നമുക്ക് പലപ്പോഴും പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്ന പോലെ ഇതിനൊക്കെ ആഗ്രഹം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വ്രതം പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞത്. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതാണ്. ആ ഉപേക്ഷ നമ്മൾ ലൈംഗിക ജീവിതത്തിലും കാണിച്ചിട്ട് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മാത്രം ചേർന്ന് നിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈംഗിക രോഗങ്ങൾ ഒന്നും തന്നെ
നമ്മളെ സ്വാഭാവികമായ അർത്ഥത്തിൽ ബാധിക്കില്ല. പിന്നെ ചില അപകടങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ബ്ലഡ് സ്വീകരിച്ചു, അതിനകത്ത് അണുക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ക്രീനിങ്ങും കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ബാക്കിയുള്ള നമ്മളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ ലൈംഗിക രോഗങ്ങളുടെ അപകട സാധ്യതയിൽ നിന്ന് നമുക്ക് നല്ലൊരു പങ്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വലിയ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദാമ്പത്യ ജീവിതവും ശരീരശാസ്ത്രവും ലൈംഗികതയും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ള കാര്യം, നിങ്ങൾക്കൊരു ആശംസ തരിക എന്നുള്ള എൻ്റെ ഒരു കടമയാണല്ലോ. നിങ്ങളെല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആത്യന്തികമായിട്ട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആ ജീവിതത്തിലേക്ക് കടക്കുക. കാരണം 100% വിജയം വരിച്ച ഒരു വിവാഹ ജീവിതം ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ പ്രതീക്ഷയോടുകൂടി അവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കിട്ടുമ്പോൾ ആഹ്ലാദിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് പ്രതീക്ഷിക്കുക, കൂടുതൽ കിട്ടുമ്പോൾ ആഹ്ലാദിക്കുക, ദൈവത്തിന് നന്ദി പറയുക. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. ആ പ്രശ്നങ്ങളെ നേരിട്ട് അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള മാർഗം നമ്മൾ ചുറ്റും അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കിട്ടും. കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്ഫുടധാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടചേർപ്പതിന് ഏകഹേതുവെന്നണയാം ഏത് മഹാവിപത്തിലും എന്നാണ്. അതായത് എത്ര കൂരിരുട്ടാണെങ്കിലും നമ്മൾ ആകാശത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ നക്ഷത്രം മിന്നുന്ന കാണാൻ പറ്റും. എത്ര വിശാലമായ കരകാണാക്കടലാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷയോടുകൂടി നീന്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ദ്വീപ് കാണാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ എത്ര വിനാശകരമായ അനുഭവത്തിൽ നമ്മൾ പെട്ടാലും നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ ഈശ്വരോന്മുഖമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ തുരുത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യാശയുടെ വെട്ടത്തിൽ നമ്മൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. So then they are no longer two, but one flesh. Therefore what God has joined together, let not man separate.